നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്ന പ്രതിയാൽ തുടർമാനമായി ദിവസങ്ങൾ നടന്നു വരുന്ന ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കകത്ത് ഇന്ന് രാത്രി നിങ്ങളോട് ഒരുമിച്ച് ജോയിൻ ചെയ്യുവാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി നന്ദി പ്രതിയാൽ ഇൻ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഈ സൂം പ്ലാറ്റ്ഫോമിനകത്ത് ഈ രാത്രി നിങ്ങളോട് ഒരുമിച്ചായിരിക്കും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടുകൂടി ആയിരിക്കുന്നു. പ്രതിയാൽ എന്നെ ഇതിലേക്ക് ക്ഷണിച്ച കർത്താദാസെ ബീന അവരുകളെ ഓർത്ത് സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രതിയാൽ ഇന്ന് യോഗ ലടിയുന്ന വിശുദ്ധദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ഈ രാത്രി ഇതിനകത്ത് കൂടിയിരിക്കുന്ന എല്ലാ കുടുംബത്തെയും പ്രതിയാൽ ഇതിനകത്തായിരിക്കുന്ന ഏകദേശം 40 ഡിവേഴ്സോളം ഉണ്ട്. എല്ലാവരെയും ദൈവം ഈ രാത്രി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷം എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സന്ധ്യാവന്ദനത്തെ അറിയിക്കുന്നു. ദൈവമേ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഒരു നിമിഷം ഇന്ന് രാത്രി നമ്മെ തന്നെ ദൈവങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ദിവസം നാം വചനങ്ങളെ കേൾക്കുന്നു. പ്രഭാതത്തിലും അതുപോലെ തന്നെ സ്തോത്രം ഈ സമയത്തും നാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ വചനങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്നു. ഇന്ന് രാത്രിയിൽ നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. വളരെ ആത്മാർത്ഥമായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ദിവസം ദൈവം നമ്മെ നടത്തുന്ന വഴികളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിശേഷാൽ നമ്മുടെ 2025 അവസാന നിമിഷങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഈ സ്തോത്രം ഈ 28-ാം തീയതി എന്ന് പറഞ്ഞാൽ 2025 ഡിസംബർ മാസം 28-ാം തീയതി രാത്രിയിൽ നാം ദൈവത്തിനടുക്കൽ കടന്നു വന്നിരിക്കുക. സ്തോത്രം. കഴിഞ്ഞ 2025 ഹല്ലേലൂയ 12-ാം മാസം 28-ാം തീയതി വരെയും ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടിയിരുന്നു. ദൈവം നമ്മെ സൂക്ഷിച്ചു. അത്ഭുതമായ ദൈവം നമ്മെ പരിപാലിപ്പാൻ ഇടയായി തീർന്നല്ലോ. ദൈവത്തിന്റെ ചിറകിന്റെ കീഴിൽ ദൈവം നമ്മെ മറച്ച വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. വളരെ ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഈ രാത്രി നമുക്ക് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാം. അല്ല, ഇന്ന് രാത്രി നാം ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾ ഇരുന്നു കൊണ്ട് നമ്മുടെ കണ്ണുകളെല്ലാം ഒരു നിമിഷം അടച്ച് ഹല്ലേലൂയ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. അടുത്തുള്ള ഡിവേഴ്സിലുള്ളവർ പ്രാർത്ഥിക്കുന്നുണ്ടോ, അവർ ആരാധിക്കുന്നുണ്ടോ, അവർ അന്യഭാഷ പറയുന്നുണ്ടോ, അവരുടെ ചുണ്ടുകൾ അനങ്ങുന്നുണ്ടോ എന്നൊന്നും ആരും നോക്കണ്ട. നാം നമ്മെ തന്നെ ഒന്ന് നോക്കി ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് ഇന്ന് രാത്രി ഒരു നിമിഷം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ഈ രാത്രി ദൈവം നമ്മോട് ഇടപെടുന്ന ഒരു രാത്രിയായി മാറട്ടെ. ഹല്ലേലൂയ. ഈ 2025 ഡിസംബർ മാസം 28-ാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസം, ഹല്ലേലൂയ, ഇനി നമ്മുടെ മുമ്പിൽ 2028 ഉണ്ട്. പക്ഷേ ഇനി 2025 28-ാം തീയതി എന്ന് നമ്മുടെ മുമ്പിലില്ല. ഇത് നമ്മളെ വിട്ട് കടന്നു പോവുക. ഹല്ലേലൂയ. ഇനി ഏകദേശം ഒരു 3 ദിവസം കൂടെ കഴിഞ്ഞാൽ 2025 നമ്മെ വിട്ട് കടന്നുപോയി 2026 നാം പ്രവേശിപ്പാനിടയെ തരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നാം ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. 2025 നമ്മുടെ ജീവിതത്തിനകത്ത് ഒത്തിരി പരാജയങ്ങളും ഒത്തിരി നഷ്ടങ്ങളും വേദനകളും നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അത് ഈ 2025 നാം അതിനോട് ടാറ്റ പറയുന്ന, ഹല്ലേലൂയ, അതിനോട് വിട പറയുന്ന ദിവസമായി മാറി 2026 നാം കാല് വെക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ ലൈഫിനകത്ത് അതൊരു അനുഗ്രഹത്തിന്റെ വർഷമായി മാറട്ടെ. ഹല്ലേലൂയ. അതൊരു സൗഖ്യത്തിന്റെ വർഷമായി മാറട്ടെ. നമ്മുടെ ലൈഫിനകത്ത് ഒത്തിരി വഴിത്തിരിവിന്റെ വർഷമായി മാറട്ടെ. 2025 ഓടിയതുപോലെ 2026 നമ്മുടെ ജീവിതത്തിനകത്ത് വലിയൊരു അനുഗ്രഹത്തിന്റെ വർഷമായി മാറട്ടെ. ഹല്ലേലൂയ. നാം ഇരിക്കുന്ന മേഖലയ്ക്കകത്ത് ദൈവത്തിന്റെ വലിയൊരു ഉയർച്ചയുടെ വർഷമായി അടുത്ത വർഷങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മാർത്ഥമായി പ്രാർത്ഥിപ്പാൻ കഴിയുന്നവരെല്ലാം ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. 1-2 മിനിറ്റുകൾ ആത്മാവിൽ പ്രാർത്ഥിച്ചേ. ഇന്ന് രാത്രിയും വ്യത്യസ്തമായ എന്തൊക്കെയോ നമ്മുടെ നടുവിൽ ചെയ്യുക. ഹല്ലേലൂയ. 28-ാം തീയതി രാത്രിയിൽ ഈ ദിവസം നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ഈ ദിവസം ദൈവം വലിയൊരു മറുപടി നമ്മുടെ ലൈഫിനകത്ത് ചെയ്യാൻ പോവുക. ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്കകത്ത് ഇത് തുടങ്ങി അന്നു മുതൽ ഈ സമയം വരെയും ദൈവം നമ്മെ നടത്തിയെങ്കിൽ ഇതിന് ആശീർവാദം പറയുന്നതിന് മുമ്പ്, ഇതിനാമേൻ പറയുന്നതിന് മുമ്പേ ദൈവത്തിന്റെ വലിയൊരു മറുപടിക്കായി, ഹല്ലേലൂയ, ഈ ദിവസം ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് ചിലർ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുക. കർത്താവേ, എൻ്റെ പ്രാർത്ഥനയ്ക്കകത്തൊരു മറുപടി സ്വർഗം തരണമേ എന്ന് ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിനകത്ത് ഈ ദിവസം ദൈവിക മറുപടിക്കായി കാത്തിരിക്കുന്ന ചിലരുടെ മേൽ അസാധാരണ ചില ദൈവത്തിന്റെ കരം ചലിക്കപ്പെടുക ഇന്ന് രാത്രി. ഹല്ലേലൂയ. നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഈ രാത്രി അസാധാരണ ദൈവത്തിന്റെ കരം ചലിക്കപ്പെടുക. ഹല്ലേലൂയ. റീമന ഹദുരിക റാംതൽ കബന റഗതുരികമന ഹദുരിക റാംതനെ റഗക്ഷസ്യ. പരിശുദ്ധാത്മാവേ, ഈ രാത്രി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ അസാധാരണമായ കാര്യം ഈ കൂട്ടായ്മയ്ക്കകത്ത് ഈ രാത്രി ചലിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചലിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിന്റെ മേൽ ഇന്ന് രാത്രി വ്യത്യസ്തമായ നിലവാരം ചലിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആത്മാവിന്റെ വലിയൊരു തലം ഈ രാത്രി വെളിപ്പെട്ട് വരട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വ്യത്യസ്തമായ ഒരു കരം ഈ രാത്രി വെളിപ്പെട്ട്
വെളിപ്പെട്ട് വരട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. റീമന റഗതുരിഗമന ഹതുരിഗ റംധന റഗക്ഷസ്യ റഗതുരി മന ഹൽകദാര വൈഡമാന ഹംദന റഗക്ഷസ്യ റഗൽകനക ദുരിഗമന ഹംദൽകമന വൈഡജാന റൂറ സിഖിമന ഹതുരിഗ റംധനെ റഗക്ഷസി. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഒരുമിച്ച് പറയുന്നു ഹല്ലേലൂയ. മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുക. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുക, ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുക. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുക, ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ഈ രാത്രി ഞങ്ങളുടെ നടുവിൽ ചലിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധനാം ദൈവമേ, സ്വർഗ്ഗ നല്ല കർത്താവേ, നല്ല രാത്രിക്കായി സ്തോത്രം. ഈ രാത്രി പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ അപ്പന്റെ മുഖത്തേക്ക് നോക്കുക. സ്വർഗ്ഗം ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണം. സ്വർഗ്ഗം അങ്ങയുടെ സിംഹാസനം, ഭൂമി ഞങ്ങളുടെ പാദപിടം. ഈ രാത്രി ആ പാദപിടത്തോട് അടുത്ത് വരുന്നു. ഈ രാത്രി ഞങ്ങളെ പാദപിടത്തോട് അടുത്ത് വരുന്നു കർത്താവേ. ഹല്ലേലൂയ. പാദപിടത്തോട് ചേർന്നിരുന്നു കൊണ്ട് അങ്ങേ ആരാധിപ്പം ഞങ്ങൾ ഒരുക്കുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രി കർത്താവ് ജനത്തോട് ഇടപെടണമേ. ഈ രാത്രി ചില ശൂന്യതകൾ മാറട്ടെ കർത്താവ്. ചില കുടുംബങ്ങളുടെ അസാധാരണ ദൈവിക പ്രവൃത്തി ഇന്ന് രാത്രി ചലിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഈ രാത്രി ദൈവത്തിന്റെ വലിയ കാര്യം കർത്താവ് ഈ കൂട്ടായ്മയ്ക്കകത്ത് ചലിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ ശുശ്രൂഷന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ദൈവം അവരോട് ഇടപെടുന്ന രാത്രിയായി മാറട്ടെ. പ്രിയപ്പെട്ട എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ കാര്യം ഇന്ന് രാത്രി ജനത്തിന് മേൽ ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി ഇഷ്ടം. ഒരുമിച്ച് ഞങ്ങളുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. കൃപയ്ക്കുള്ളിൽ പൊതിയണം, അത്ഭുതങ്ങളെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ നിറവിൽ ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏറെ നന്മ കൊണ്ട് നിറച്ചാടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. സ്വർഗീയ നന്മ കൊണ്ട് നിറയ്ക്കണം. ആത്മാവിന്റെ കൃപയിൽ പൊതിയണം. ഒരുമിച്ച് അനുഗ്രഹിക്കും. കൃപയ്ക്കുള്ളിൽ പൊതിയും. അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നതിനായി സ്തോത്രം. എല്ലാ നന്മയ്ക്കുമായി നന്ദി പറയുന്നു. ഒരുമിച്ച് അനുഗ്രഹിക്കും. കൃപയ്ക്കുള്ളിൽ പൊതിയും. കർത്താവ് ഇന്ന് രാത്രി ഇതിനകത്തായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവ് ഒരു സകലത്തിനും ഒരു അനുഗ്രഹമായി മാറട്ടെ. ഇന്ന് രാത്രി കർത്താവ് വചനത്തിന് ആഴങ്ങളിൽ സ്വർഗം നടത്തി ഞങ്ങളുടെ ഉള്ളിൽ കർത്താവ് വചനമാഴമായി കർത്താവ് വെളിപ്പെടട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ അത് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയൊരു അനുഗ്രഹമായി മാറട്ടെ. വചനം കർത്താവ് അത് 30, 60, 100 മേനി വിളവുള്ളതായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കും. അത് സമൃദ്ധിയിലേക്ക് ഞങ്ങൾ നടത്തുന്നതായി മാറട്ടെ കർത്താവേ. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ഒരുമിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കണം. കൃപയ്ക്കുള്ളിൽ പൊതിയും അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. ഈ രാത്രി ദൈവത്തിന്റെ കരത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നമ്മെ ഒരുമിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല നിമിഷത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ഈ രാത്രി വളരെ ആത്മാർത്ഥമെന്ന പ്രാർത്ഥനയോട് ആയിരിക്കുന്നു. ഈ രാത്രി സ്വർഗം നമ്മോട് വ്യക്തമായി ഹല്ലേലൂയ സംസാരിക്കുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രിയിലെ ഹല്ലേലൂയ അല്പനേരം ചിന്തയ്ക്ക് ആധാരമായി 1-2 വേദഭാഗങ്ങൾ വേഗത്തിൽ വായിച്ച് 1-2 ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ട് വേഗത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഈ രാത്രി ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതിനാധാരമായി ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം അതിന്റെ 12-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. ഹല്ലേലൂയ. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. മതി സ്തോത്രം. മതി സ്തോത്രം. ഓക്കെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന ഭാഗമാണ് ഇന്ന് രാത്രി നാം വായിച്ചത്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. നാം അതിൽ നിന്നും നല്ല സന്ദേശങ്ങൾ കേട്ടവരൊക്കെയാണ്. ഇന്ന് രാത്രിയിലും ദൈവം നമ്മോട് വളരെ വ്യക്തമായി സംസാരിക്കുന്ന ഒരു രാത്രിയായി മാറട്ടെ. അവിടെ ഇങ്ങനെ പറയുന്നു, പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. സ്തോത്രം. നോക്കിയേ, പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി, അറയിൽ വലിയൊരു വെളിച്ചം പ്രകാശിച്ചു. എവിടെയാണ് സ്തോത്രം ഈ പെട്ടെന്ന് എവിടെയായി പ്രകാശം വന്നത്? സ്തോത്രം. നോക്കി, അറയിൽ ഒരു വലിയൊരു വെളിച്ചം വന്നു. എവിടെയാ? സ്തോത്രം. നോക്കി, അതിന്റെ 1-ാം വാക്യം മുതൽ വായിച്ചാൽ വളരെ വ്യക്തമായി കാണുവാൻ കഴിയും. ഹല്ലേലൂയ. എന്താ സംഭവം എന്നുള്ളതും എന്താ കാര്യം എന്നുള്ളതും വളരെ വ്യക്തമായി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. നോക്കി, അതിന്റെ 1-ാം വാക്യം. അക്കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചില പീഡിപ്പിക്കുന്ന കൈനീട്ടി യോഹന്നാന്റെ സഹോദരൻ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നതിന് ശേഷം അടുത്ത ചില ദിവസങ്ങൾക്ക് എന്ത് ചെയ്തു? അങ്ങനെ പറയുന്നത്, അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ടിട്ട് അവൻ പത്രോസിനെയും പിടിച്ച്, അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു, അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന് മുമ്പിൽ കൊണ്ട് വിസ്താരങ്ങൾ നടത്തി അവനെയും കൊല്ലേണ്ടതിന് എന്ത് ചെയ്യുക? കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ പത്രോസിനെയും സൂക്ഷിച്ചു വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, പത്രോസിനെയും കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ എന്ത് ചെയ്യുക?
കൊണ്ടാക്കിയിരിക്കുക. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചപ്പോൾ നോക്കണം, അതിന്റെ 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചപ്പോൾ സഭ ശ്രദ്ധയോടെ അവനുവേണ്ടി എന്ത് ചെയ്തു? ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹല്ലേലൂയ. ആര്? സഭ, ദൈവസഭ. ആത്മാവിൽ നിൽക്കുന്ന ഒരു കൂട്ടം, ആത്മാവിൽ ചലിക്കുന്ന ഒരു കൂട്ടം എന്ത് ചെയ്തു? ഹല്ലേലൂയ. തങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു അഭിഷേക്തന്റെ മേൽ സ്തോത്രം നോക്കിയ ഒരു കൂട്ടം, ഒരു ദേശം കൈവച്ചപ്പോൾ എന്ത് ചെയ്യും? അവർ മുട്ടുമടക്കിയിരുന്ന് കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ കിടക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുക. ആത്മാവിൽ അവർ ദൈവത്തോട് നിലവിളിക്കുക, ആത്മാവിൽ ദൈവത്തോട് കരയുക. കർത്താവേ സ്തോത്രം എന്ത് ചെയ്യുക? ഹല്ലേലൂയ നോക്കിയ ജനത്തിന്റെ നടുവിൽ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേരാത്രിയിൽ ഹല്ലേലൂയ പത്രോസ് എന്ത് ചെയ്യുക? 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. നോക്കിയ 2 പടയാളികളുടെ നടുവിൽ എന്ത് ചെയ്യുക? ഒരു കൂസലുമില്ലാതെ, ഒരു മടിയുമില്ലാതെ ഈ മനുഷ്യൻ സുഖമായി അതിനകത്ത് കിടന്നുറങ്ങിയ. ഹല്ലേലൂയ നോക്കിയേ, ആ മനുഷ്യൻ അറിയാം സ്തോത്രം, എന്റെ മേൽ കിടക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്, എന്റെ മേൽ പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്. അത് നിവർത്തിയാകാതെ ഹെരോദാവേ നിനക്ക് എന്നെ തൊടാൻ കഴിയത്തില്ല, ഹെരോദാവേ നിനക്ക് എന്നെ തൊടുവാൻ കഴിയത്തില്ല. കാരണം എന്താ? തമ്പുരാനെ പുറത്തു കൊണ്ടുവന്നപ്പോൾ എന്ന് പറഞ്ഞാൽ മീൻ പിടിച്ചു നടന്ന എന്നെ സ്തോത്രം ആ കരയിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നപ്പോൾ എന്നോട് പറഞ്ഞ ഒറ്റ പദം ഇതാണ്, നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. സ്തോത്രം. എന്റെ മേൽ കിടക്കുന്ന ശുശ്രൂഷ ചെറുതല്ല, ഞാൻ ചിലതിനെ പിടിക്കേണ്ടവനാ. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യത്തില്ല? ഒരിക്കലും എന്റെ മേൽ എന്ത് ചെയ്യത്തില്ല? ഒരിക്കലും വാള് വെക്കാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. എനിക്കൊരു ടൈം ദൈവം വെച്ചിട്ടുണ്ട്, എന്റെ മേലെ ഒരു വാഗ്ദത്തം വെച്ചിട്ടുണ്ട്. അത് പൂർത്തീകരണത്തിലെത്താതെ എന്റെ ജീവിതത്തിനകത്ത് ഒരു തിന്മയും നടക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. എന്റെ ലൈഫിനകത്ത് ഒരു തിന്മയും നടക്കത്തില്ലെന്ന് ആർക്കറിയാം? പത്രോസിന് അറിയാമായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ പറഞ്ഞത് നോക്കി, കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിലും ഒരു ഭയവുമില്ലാതെ ഈ മനുഷ്യൻ കിടന്നു സുഖമായി ഉറങ്ങുന്ന അവസരത്തിൽ വചനം ഇങ്ങനെ പെട്ടെന്ന് ഹല്ലേലൂയ എന്നൊക്കെ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് കർത്താവിന്റെ ദൂതൻ അറയ്ക്കകത്ത് പ്രത്യക്ഷമായി. ഇന്ന് രാത്രി ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. നിങ്ങൾ വിചാരിക്കുന്നതിന് മുമ്പേ, നിങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പേ ഹല്ലേലൂയ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിനകത്ത് പെട്ടെന്ന് ദൈവത്തിന്റെ അസാധാരണ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നുവെന്ന് പറഞ്ഞാൽ എത്ര പേർ ഇന്ന് പോലെ ഈ രാത്രി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും? ഹല്ലേലൂയ. ഇന്ന് രാത്രി പെട്ടെന്ന് ചിലർക്ക് വേണ്ടി ഈ ദിവസം ദൈവം ചില പ്രവൃത്തികളെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ ആഗ്രഹിക്കുക. ഇന്ന് രാത്രി ജനം പ്രാർത്ഥിച്ചോ, ദൈവത്തിന്റെ അസാധാരണ ഒരു ചലനം നിങ്ങളുടെ ലൈഫിനകത്ത്, നിങ്ങളുടെ ശുശ്രൂഷയ്ക്കകത്ത് ഈ ദിവസം ദൈവം ചെയ്യുവാൻ പോകുക. പെട്ടെന്ന് ചില പ്രവൃത്തികളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക. ഹല്ലേലൂയ. നടക്കുമോ പാസ്റ്റർ എന്ന് ചോദിച്ചാൽ നടക്കും. എന്താ കാരണം? ഹല്ലേലൂയ. പെട്ടെന്ന് ചില പ്രവൃത്തികൾ നടന്ന പല ഭാഗങ്ങളും നമുക്ക് വായിപ്പാൻ കഴിയും. നോക്കി ഹല്ലേലൂയ. നമുക്കറിയാം, ദാനിയേലിന്റെ പുസ്തകം പഠിച്ചാൽ ചന്ദ്രക്, മേശക്, അബേദനഗോ എന്ന് പറയുന്ന 3 ബാലന്മാർ ദൈവത്തെ ആരാധിക്കുന്നവരാ, ദൈവത്തെ സ്തുതിക്കുന്നവരാ, ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവരാ. ഹല്ലേലൂയ. അവിടെ നിർത്തിയ ബിംബത്തെ നമസ്കരിക്കണമെന്ന് എന്ത് ചെയ്തു? ഒരു ആജ്ഞ വന്നു. ഇവർ പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും അതിനു മുമ്പിൽ ഞങ്ങൾ നമസ്കരിക്കത്തില്ല, അതിനു മുമ്പിൽ ഞങ്ങൾ മുഴങ്കാൽ മടക്കത്തില്ല. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളെ ദൈവം വിടിവിച്ചാൽ കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, എന്ത് ചെയ്യത്തില്ല, ഞങ്ങൾ ഈ ദൈവത്തെ വിട്ടിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറത്തില്ല. അന്നേരം അവിടെ നിന്ന് അടുത്ത രാജാവ് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, തീയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിപ്പിക്കട്ടെ. ഹല്ലേലൂയ. തീയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിപ്പിച്ചു. അടുത്ത സെക്കൻഡിൽ ഇവരെ കൊണ്ട് എന്ത് ചെയ്യുക? തീക്കകത്ത് കൊണ്ടിട്ടു. അടുത്ത സെക്കൻഡിൽ രാജാവും കൂട്ടരും കാണുന്നത് അതിനകത്ത് പെട്ടെന്നിറങ്ങിയ ഒരു ദൈവ സാന്നിധ്യം, അതിനകത്ത് പെട്ടെന്നിറങ്ങിയ ദൈവത്തിന്റെ ദൂതൻ. ഹല്ലേലൂയ. അതിനകത്ത് പെട്ടെന്നിറങ്ങിയ ദൈവത്തിന്റെ തേജസ്. ഹല്ലേലൂയ. നോക്കിയ രാജാ പറയുക, നമ്മൾ അതിനകത്തിട്ടത് 3 പേരെയാ, പക്ഷെ അതിനകത്ത് പെട്ടെന്നെന്തോ സംഭവിച്ചു, അതിനകത്ത് പെട്ടെന്നെന്തോ ചലനമുണ്ടായി, ആ തീക്കകത്ത് പെട്ടെന്നെന്തോ മാറ്റം സംഭവിച്ചു. ഹല്ലേലൂയ. എന്താ കാരണം? തീക്ക് ചൂടുകൂടി നിൽക്കുക. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്ത? ഇവന്മാരെ കൊണ്ടിട്ടത് അതിനകത്ത് കൊണ്ടിടാൻ പോയ ഒരുത്തൻ പോലും തിരിച്ചു വന്നിട്ടില്ല. പക്ഷെ അതിനകത്ത് തീയുടെ ചൂടെന്ന് പറഞ്ഞ് 7 മടങ്ങ് വർദ്ധിപ്പിച്ചതാ. അതിന്റെ അകത്ത് കിടന്ന് നൃത്തം ചെയ്യുന്ന 3 പേരെ
ഹല്ലേലൂയ ആദ്യം കണ്ടത്. പക്ഷെ അടുത്ത സെക്കൻഡിൽ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഇതേണ്ട പെട്ടെന്ന് അവരുടെ നടുവിൽ നാലാമനായി ഒരുവൻ എഴുന്നേറ്റ് നിൽക്കുന്നു. ഇന്ന് രാത്രി പറയാം, നിന്റെ വിഷയത്തിനകത്ത് ഒരുവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, നിന്റെ പ്രശ്നത്തിനകത്ത് ദൈവം കാലുവെച്ചാൽ, നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ, അതിനെ തടുക്കുവാൻ ഈ ഭൂമണ്ഡലത്തിൽ ഒരു ഹെരോദാവിനോ ഒരു ശത്രുവിനോ ഒന്നിനും കഴിയത്തില്ലെന്ന്. ഹല്ലേലൂയ. ഒരു സിംഹത്തിനോ നിന്നെ തൊടുവാൻ കഴിയത്തില്ലെന്ന്, ഒരു വ്യക്തിക്ക് നിന്നെ തൊടുവാൻ കഴിയത്തില്ലെന്ന്. ഇന്ന് രാത്രി നീ പ്രാർത്ഥിച്ചോ, എന്തൊക്കെയോ ചിലർ ലൈഫിനകത്ത് പെട്ടെന്ന് ചില സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുക. പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കയറിക്കോ. ഓ ജീസസ്, ഹല്ലേലൂയ. ദൈവം ചിലതിനു വേണ്ടി പെട്ടെന്ന് ചില വഴികൾ തുറക്കും. ദൈവം ചിലത് ചെയ്യുവാൻ ആഗ്രഹിച്ചാൽ അത് നമ്മുടെ ലൈഫിനകത്ത് ചെയ്തിരിക്കും. അതിനൊരു മാറ്റമില്ല, അതിനകത്ത് ഒരു മാറ്റമില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി പറയാം, ദൈവം നമുക്ക് വേണ്ടി ഒരു വഴി തുറക്കണമെന്ന് ദൈവം തീരുമാനിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി വാതിൽ തുറന്നു തന്നിരിക്കും. അത് ഏത് മനുഷ്യൻ ഹല്ലേലൂയ അതിനെതിരെ തലകുത്തി നിന്നെന്ന് പറഞ്ഞാലും സ്തോത്രം, ഇന്ന് രാത്രി ദൈവം നമുക്ക് വേണ്ടി ഒരു വഴി തുറക്കണമെന്ന് ദൈവം തീരുമാനിച്ചെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി വഴി തുറന്നു തന്നിരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മാർത്ഥമായ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക. ചിലരെ നോക്കി ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാം. നിങ്ങളുടെ ലൈഫിനകത്ത് പെട്ടെന്ന് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുക. ഹല്ലേലൂയ. അവിടെ പ്രത്യക്ഷനെ അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ വലിയൊരു പ്രകാശം. ഹല്ലേലൂയ. നോക്കിയേ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. എഴുന്നേറ്റ് പ്രകാശിക്കുന്നതിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി നിനക്ക് ഉദിക്കുന്ന സൂര്യനല്ല ചന്ദ്രനല്ല. കാരണം എന്താ? ഹല്ലേലൂയ. അവൻ നിത്യപ്രകാശമായി നിന്റെ കൂടെ ഇരിക്കും. ദൈവം നിത്യപ്രകാശമായി നിന്റെ കൂടെ ഇരിക്കും. നിന്റെ വിഷയത്തിനകത്ത് നിത്യപ്രകാശമായി ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു കർത്താവ്, നിനക്ക് വേണ്ടി ചലിക്കുന്ന ഒരു കർത്താവ്, ഇന്ന് രാത്രി നിന്റെ വിഷയത്തിന് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ കരം ഈ രാത്രി ഈ കൂട്ടായ്മയ്ക്കകത്തുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഈ രാത്രി ആമേൻ പറയാൻ കഴിയും? ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ ബലഹീനത കണ്ടല്ല ദൈവം നിന്നെ മാനിക്കുന്നത്. നീ ബലഹീനതയിലും ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയെങ്കിൽ അതിന്റെ നടുവിൽ നിനക്ക് വേണ്ടി ബലം പകരാൻ പെട്ടെന്ന് നിന്റെ അടുക്കിലേക്ക് ദൂതനെ പറഞ്ഞു വിടാൻ ദൈവത്തിന് കഴിയുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ബലഹീനതയിലും താങ്ങുന്ന ഒരു ദൈവ സാന്നിധ്യം, ബലഹീനതയിൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവ സാന്നിധ്യം, ബലഹീനതയിൽ നിന്റെ ലൈഫിനെ മാറ്റുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ചിലരുടെ ബലഹീനതകളെ മാറ്റി. ഇന്ന് രാത്രി ചിലതിന്റെ ഹല്ലേലൂയ അസാധാരണ ദൈവത്തിന്റെ കരം ഈ രാത്രി ചിലതിന്റെ ബലഹീനതകളെ മാറ്റി, ചിലതിന്റെ ബലഹീനതകളെ മാറ്റി ബലം പകരുന്ന ഒരു ദൈവ സാന്നിധ്യം ഈ രാത്രി ചിലരുടെ മേൽ വീഴുന്നു എന്ന് ഞാൻ ഈ രാത്രി ആത്മനിയോഗത്തോടെ ഞാൻ കൈമാറുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ പ്രശ്നത്തിനകത്തും പ്രതിസന്ധിയുടെ നടുവിൽ ഇന്ന് രാത്രി നീ കരഞ്ഞ ഇതിനകത്തിരിക്കുന്നതെങ്കിൽ ഈ രാത്രി കർത്താവ് പറയുന്ന ഒരു പദമിത, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലർ നിനക്ക് വേണ്ടി ഉണ്ടെന്ന്, പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ചിലർ എഴുന്നേൽക്കുന്നുണ്ടെന്ന്, മുഴങ്കാൽ മടക്കുന്ന ചിലർ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്നുണ്ടെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പെട്ടെന്ന് ചില പ്രവർത്തികൾ നിന്റെ ലൈഫിനകത്ത് ഈ ദിവസം സംഭവിക്കും. ഓ ശാഖാധാര മന ഹദുരിക റാംധന രഗശസ്യ റഗൽഖന ദൂരമാന ഹദുരിക റാംധന. ഇന്ന് രാത്രി ഹല്ലേലൂയ ഏതൊക്കെ ലൈഫിന് ഏതൊക്കെ ജീവിതത്തിനകത്ത് ചില ശൂന്യതകൾ മാറുക നിന്റെ ലൈഫിനകത്ത് നടക്കുന്ന ചില ശൂന്യതകൾ. ഹല്ലേലൂയ. കർത്താവ് എന്നും ശൂന്യത മാത്രമേ ഉള്ളല്ലേ കർത്താവേ? ഹല്ലേലൂയ. എന്ത് ചെയ്താലും ശൂന്യതയാ. എന്ത് ചെയ്താലും ലൈഫിനകത്ത് ഒരു ഉയർച്ചയില്ല. എന്ത് ചെയ്താലും എന്റെ ജീവിതത്തിനകത്ത് ഒരു മാറ്റമില്ല. എന്ത് ചെയ്താലും കർത്താവ് കണ്ണുനീർ മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്താലും ഒരു നിലവിളി മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവേ പെട്ടെന്ന് നിന്റെ ലൈഫിനെ ദൈവം ചേഞ്ച് ചെയ്യാൻ പോകുക. പെട്ടെന്ന് നിനക്ക് വേണ്ടി ഒരു ദൂതൻ പ്രത്യക്ഷനാകാൻ പോകുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന് വെളിച്ചം നിന്റെ കൂടാരത്തിനകത്ത് ഈ രാത്രി ചലിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി കഥ പറയുന്നു, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് വലിയൊരു മാറ്റത്തെ ദൈവം തരുവാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചോ. ഹല്ലേലൂയ. ദൂതൻ നിങ്ങളുടെ ശുശ്രൂഷയ്ക്കകത്ത് ദൈവത്തിന് വലിയൊരു പ്രവർത്തിക്കുക. ഹല്ലേലൂയ. നമുക്കറിയാം പൗലോസും ശീലാസും
കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ ആമത്തിൽ എന്ന് പറഞ്ഞ കൈകാലുകൾ ആമത്തിൽ കിടക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഹല്ലേലൂയ കിടക്കുന്ന അവസരത്തിൽ അവർ പറഞ്ഞു, സ്തോത്രം, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കാം, പാടി ദൈവത്തെ ആരാധിക്കാം. അവർ പാടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി, അവർ പാടി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവർ പാടാൻ തുടങ്ങി, അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അവിടെ വചനമേ പെട്ടെന്ന് ഹല്ലേലൂയ അവരുടെ കൈമേലിരുന്ന ചങ്ങല അവരുടെ കയ്യിൽ നിന്നും കാലിൽ നിന്ന് എന്ത് ചെയ്തു, അഴിഞ്ഞു മാറി, അഴിഞ്ഞു മാറി, അഴിഞ്ഞു മാറി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പെട്ടെന്ന് ചിലർ ലൈഫിനകത്തുനിന്ന് ചിലത് മാറി, ചില പുതുക്കങ്ങൾ സംഭവിക്കാൻ പോകുക. 2025 നിന്റെ ജീവിതത്തിനകത്ത് ശൂന്യതയാ വെളിപ്പെട്ടതെങ്കിൽ, 2025 നിന്റെ ലൈഫിനകത്ത് ഒത്തിരി കഷ്ടതയാ വെളിപ്പെട്ടതെങ്കിൽ, 2025 നിന്റെ ലൈഫിനകത്ത് ഒത്തിരി പ്രതിസന്ധിയാ വെളിപ്പെട്ടു വന്നതെങ്കിൽ, ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, വ്യക്തമായി കർത്താവ് പറയുന്ന ഒരു പദമിതാ, 2026 നീ കാല് വെക്കുമ്പോൾ, ഹല്ലേലൂയ, 2026 നീ കയറുമ്പോൾ നിന്റെ ലൈഫിനകത്ത് ഇതുവരെ വന്ന പ്രതികൂലത്തെ മാറ്റി, ഇതുവരെ നിന്റെ ലൈഫിനകത്ത് വന്ന ശൂന്യതകളെ മാറ്റി, ഇതുവരെ നിന്റെ ജോലി സംബന്ധമായി നിന്റെ നീ ചെയ്യുന്ന പ്രവർത്തിക്കകത്ത് ശൂന്യത വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി കർത്താവ് പറയും അതിനെ മാറ്റി ഒരു സമൃദ്ധിയുടെ കരം ഈ രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങുകയാണ്. ഈ രാത്രി സമൃദ്ധിയുടെ കരമിറങ്ങുക. ഇന്ന് രാത്രി ആത്മാവിൽ പിടിക്കാൻ പറ്റുന്നവർ പിടിച്ചോ. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ അസാധാരണമായി കരം ഈ രാത്രി ചലിക്കുക. ഈ രാത്രി ദൈവത്തിന് അസാധാരണമായി കരം ചലിക്കുക. പെട്ടെന്ന് കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ പൗലോസും ശീലാസും ചുമ്മാ ഇരുന്നതിൽ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അയ്യോ, കൈകാലുകൾ ആമത്തിലല്ലേ, ചലിക്കാൻ മേലല്ലേ കർത്താവേ, ഇതിനകത്ത് നിന്ന് എന്ത് ചെയ്യാനാ, പാടാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് കൈയടിക്കാൻ പറ്റില്ല, നൃത്തം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്തില്ല, മാറി നിന്നില്ല, മറിച്ച് ഹല്ലേലൂയ എന്ത് ചെയ്തു, അവർ ഇരുന്ന് പാടാൻ തുടങ്ങി, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. നമ്മളെ കാണുമായിരുന്ന പറഞ്ഞ നോക്കി, ദൈവത്തിന് വേണ്ടി നിന്നിട്ട് ഞങ്ങളുടെ ലൈഫിനകത്ത് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ അനങ്ങാൻ പോലും മേല, ചങ്ങലയൊക്കെ ഇട്ട് ഞങ്ങളെ പൂട്ടിയിട്ടിരിക്കുക എന്ന് എന്ത് ചെയ്തു, നമ്മൾ പല പരാതിയും പറഞ്ഞേനെ, പല വിറുവിറുപ്പും നമ്മൾ ദൈവത്തോട് നടത്തിയേനെ. പക്ഷേ ഒരു പരാതിയും പറയാൻ പോയില്ല, ഒരു വിറുവിറുപ്പും നടത്തിയില്ല. ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. മുഴങ്കാൽ മടക്കിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തോട് ഹല്ലേലൂയ ഇരുന്ന് കരയാൻ തുടങ്ങി, സ്തുതിക്കുക, പ്രാർത്ഥിക്കുകയും അവർ പാടുകയും ചെയ്യുന്നത് അതിനകത്തിരുന്നവർ വളരെ ആഴമായി ശ്രദ്ധിച്ചു. എടവന്മാർ എന്താ ചെയ്യുന്നത്, ഇവർ കാരാഗ്രഹത്തിന്റെ അകത്ത് കിടന്ന് എന്തായി കാണിക്കുന്ന അവർ വളരെ ആഴമായി ചിന്തിച്ചപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ, ഹല്ലേലൂയ അവർ ചിന്തിച്ച് അവർ ഇങ്ങനെ വളരെ ആഴമായി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ അടുത്ത സെക്കൻഡിൽ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ ദൈവത്തിന്റെ മുഖത്തേക്ക് യഥാർത്ഥമായി നോക്കുവാൻ തുടങ്ങും, ദൈവ ദിവസം ചിലതിനെ കുലുക്കും. ദൈവ ദിവസം രാത്രി ഈ ദിവസം ദൈവം ചിലതിനെ ചലിപ്പിക്കും. ചലിക്കാത്ത ചിലത് ചലിക്കും, ചലിക്കാത്ത ചിലത് ചലിക്കും. ഹല്ലേലൂയ. ആത്മാവിൽ ഞാൻ പറയുന്നത്, ചലിക്കാത്ത ചിലത് എന്ത് ചെയ്യാൻ പോവുക, ചലിക്കാൻ പോകുക. ഹല്ലേലൂയ. ഈ ദിവസം ചലിക്കാത്ത ചില വിഷയങ്ങൾ നിന്റെ മുമ്പിൽ ചലിക്കാൻ പോകുക. തുറക്കാത്ത ചില വാതിൽ നിന്റെ മുമ്പിൽ തുറക്കാൻ പോകുക. ഇതുവരെ തുറക്കാത്ത അസാധാരണമായ ചില വാതിൽ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കാൻ പോകുക. ഇതുവരെ നിങ്ങൾ നനയ്ക്കാത്ത ചില വാതിൽ നിങ്ങൾക്ക് മുമ്പിൽ ദൈവം തുറക്കാൻ പോകുക. ഇതുവരെ നിങ്ങൾ ചിന്തിക്കാത്ത ചില പ്രവർത്തികൾ, ഇതുവരെ നനയ്ക്കാത്ത ചില പ്രവർത്തികൾ ഈ ദിവസം സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരാൻ പോകുക. അസാധാരണമായ ചില വാതിലുകൾ നിങ്ങൾക്ക് മുമ്പിൽ സ്വർഗം തുറക്കുക. ഹല്ലേലൂയ. ഇതിനകത്ത് കഥ പറയുന്നു, എന്റെ താഴ്ത്തു വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ. അതൊക്കെ അവൻ എന്ത്, അവന്റെ വിലാപുറത്തെ അവനെ ഉണർത്തി, ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരിപ്പിടുക, ഇട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. സ്തോത്രം. നോക്കിക്കേ, ഹല്ലേലൂയ. ദൂതൻ തന്നെ തട്ടി ഉണർത്തി, എന്റെ പിന്നാലെ നീ വരിക, ഹല്ലേലൂയ, എന്റെ പുറകിന് നീ വരിക. എന്താ സ്തോത്രം, നീ ചില അത്ഭുതങ്ങൾ കാണാൻ പോകുക. ഈ ദിവസം നീ യേശുവിന്റെ പിന്നാലെ പോയാൽ, പിതാവിന്റെ പുറകിന് നീ പോയാൽ, അപ്പന്റെ പിന്നാലെ പോകാൻ തുടങ്ങിയാൽ, ചില അത്ഭുതങ്ങൾ നിന്റെ ലൈഫിനകത്ത് കാണാൻ പോകുക. ഹല്ലേലൂയ. നിന്റെ ശുശ്രൂഷയ്ക്കകത്ത്, നീ ദിവസം പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിനകത്ത്, നീ മുഴങ്കാൽ മടക്കുന്ന ചില വിഷയത്തിനകത്ത് ഈ ദിവസം പ്രാർത്ഥിച്ചു, കർത്താവേ ഹല്ലേലൂയ, ഞങ്ങൾ നിൽക്കുന്ന ദേശത്തിനകത്ത്, ഞങ്ങൾ നിൽക്കുന്ന മണ്ണിനകത്ത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി സംഭവിക്കണമേ എന്ന് ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ?
ആ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന്റെ അസാധാരണമായ മറുപടികൾ വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ അസാധാരണമായ കരം ചലിക്കപ്പെടാൻ പോകുക. ഇന്ന് രാത്രി കർത്താവിനോട് പറയുന്നു, സ്തോത്രം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ ദിവസം നിലവിളിക്കുന്ന ചില വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ദൂതന്മാരുടെ വലിയൊരു ഇടപെടൽ ഈ ദിവസങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇടപെടൽ പെട്ടെന്നായിരിക്കും. നിങ്ങൾ നനയ്ക്കാത്ത സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നടക്കും. പെട്ടെന്ന് ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. പെട്ടെന്ന് ചില അതിശയങ്ങൾ നിങ്ങളുടെ ലൈഫിനകത്ത് സംഭവിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവിനോട് പറയുന്നു, ചിലരെ നോക്കി ആത്മാവിൽ പ്രവചിക്കാൻ പറയുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങൾ നനയാത്ത നേരത്ത് സ്വർഗത്തിലെ അപ്പൻ പെട്ടെന്ന് ചില വഴികളെ, ചില വാതിലുകളെ ചിലർക്ക് വേണ്ടി തുറക്കാൻ പോകുക. നിങ്ങൾ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദൈവം പെട്ടെന്ന് ചിലത് ചെയ്യാൻ പോകുക. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ, നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമായി ദൈവം ചിലതും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കാം. ഓ ഷറദുരിഗമന ഹദുരിഗ റാംദന റഗശസ്യ റഗൽകനക ദുരിഗമന ഹദുരിഗ റാംദന. ഇന്ന് രാത്രി നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദൈവം പെട്ടെന്ന് ചിലർക്ക് വേണ്ടി ആത്മാവിൽ ദൈവം ചില വഴികളെ ദൈവം ഓപ്പൺ ചെയ്യുക ഇന്ന് രാത്രി. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന വാതിൽ അതാരും അടയ്ക്കുവാൻ കഴിയാത്തതൊന്ന. ഹല്ലേലൂയ. ഇന്നത്തെ കഥ പറയുന്ന അടയ്ക്കാൻ കഴിയാത്തൊരു വഴി സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുവാൻ ആഗ്രഹിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഇന്നത്തെ കർത്താവിനോട് പറയുന്ന ഒരു കാര്യം ഞാൻ പറയാം. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞു അഹരോനും അഹരോനോട് പറഞ്ഞു, അഹരോനോടും കൂട്ടരോടും എന്ത് ചെയ്യുക? സ്തോത്രം. ഹല്ലേലൂയ. മോശ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ വടി 12 ഗോത്രങ്ങൾ എന്ത് ചെയ്യുക? തിരഞ്ഞെടുത്തവരുടെ വടി അവരവരുടെ പേരെഴുതി എന്ത് ചെയ്യുക? കൊണ്ടുവരിക. നമുക്ക് എവിടെ വെക്കാം? സ്തോത്രം. തിരഞ്ഞെടുത്തവന്റെ വടി എന്ത് ചെയ്യുക? കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവെക്കുക. സ്തോത്രം. ഹല്ലേലൂയ. കൂടാരത്തിനകത്ത് കൊണ്ടുവെക്കുക. സ്തോത്രം. ദൈവം വസിക്കുന്നിടത്ത് കൊണ്ടുവന്ന് ഈ വടി കൊണ്ടുവെക്കുക. എല്ലാവരും പറഞ്ഞു, ഇതെന്താ ഉണങ്ങിയ വടിയാ, ഇതിനകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇതിനകത്ത് ഒരു പ്രവൃത്തി നടക്കാൻ, ഈ മനുഷ്യൻ എന്തോ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ മോശയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് എല്ലാവരും ചിന്തിക്കുമ്പോൾ മോശ പറഞ്ഞു, നാളെ നേരം വെളുക്കുമ്പോൾ നിങ്ങളൊരു അത്ഭുതം കാണും. ആമേൻ. നാളെ പ്രഭാതമാകുമ്പോൾ ഈ മത്സരികളായ ജനം എന്ത് ഒരു അത്ഭുതം കാണും. ജനം കാണത്തക്ക രീതിയിൽ ഒരു അത്ഭുതം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. എല്ലാവരും പറഞ്ഞു, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല, ഒരു പ്രവൃത്തി നടക്കാൻ പോകുന്നില്ല. പക്ഷേ പ്രഭാതമായപ്പോൾ അവിടെ ഇങ്ങനെ പറയുന്ന സ്തോത്രമേ, വചനം വളരെ വ്യക്തമായി പറയുന്നു, പ്രഭാതമായപ്പോൾ ജനമെല്ലാം നോക്കി നിൽക്കെ. എല്ലാവരും പറഞ്ഞ അവരവരുടെ വടി എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അവരവരെടുത്തോണ്ട് വന്നു. മറ്റുള്ളവരുടെ എല്ലാം നോക്കി ഒരുത്തരം വടി അതുപോലെ തന്നെ ഇരുന്നു. പക്ഷേ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്ന ഭക്തന്റെ വടി അത് തളിർത്തു, അത് പൂത്തു, ബദാംഫലം കായ്ച്ചു. ഒത്തിരി ദിവസമൊന്നും എടുത്തില്ലേ, ഒത്തിരി ആഴ്ചകളൊന്നും എടുത്തില്ലേ, വർഷങ്ങളൊന്നും എടുത്തില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സിന്റെ ഒരു തൈ കൊണ്ട് വെച്ചാൽ അത് തൈ വെച്ച് അതിന് വെള്ളമൊഴിച്ച് വളമിട്ട് വർഷങ്ങൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ അത് വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മൾ വളരെ ആകാംക്ഷയോടെ ചെന്ന് ഇങ്ങനെ നോക്കും, അത് കായ്ക്കുന്നുണ്ടോ, അത് വളരുന്നുണ്ടോ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക? ഓരോ ദിവസം ചെന്ന് അതിന് വെള്ളമൊക്കെ ഒഴിച്ച് വളമൊക്കെ ഇട്ട് ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി നമ്മൾ നിൽക്കും. സ്തോത്രം. അത് വളർന്ന് പൂക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് ചെയ്യും, അതിനകത്ത് ഫലമായോ, അത് പറിക്കുന്നത് വരെ നമുക്ക് വലിയ ആകാംക്ഷയാണ്. എന്താ? നമ്മൾ വെച്ചൊരു ഫലത്തിന്റെ തയ്യാ, അതിനകത്തുനിന്ന് വല്ലതും കിട്ടുമോ എന്നൊരു വളരെ എന്ത് ചെയ്യുക? അതിനകത്തുനിന്ന് വല്ലതും പറിക്കാൻ പറ്റുമോ എന്നൊരു വാഞ്ചിയോടെ നോക്കുന്നത്. ഇന്ന് രാത്രി ആരൊക്കെയോ അതുപോലെ ദൈവത്തിന് മുഖത്തേക്ക് നോക്കുക, കർത്താവേ അതിൽ നിന്ന് ഞങ്ങൾക്ക് പറിക്കാൻ പറ്റുമോ? ചില നന്മകൾ ഞങ്ങൾക്ക് നേടാൻ പറ്റുമോ? കർത്താവേ 2025 ഞങ്ങളുടെ ലൈഫിനകത്ത് ഒത്തിരി ശൂന്യത വന്ന് കർത്താവേ, കർത്താവേ ഈ 2025 ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നഷ്ടം വന്ന് കർത്താവേ, 2026 കർത്താവേ അങ്ങനെ സംഭവിക്കുമോ എന്ന് ഇപ്പോഴേ ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി കർത്താവ് പറയാം, നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചോ, 2026 നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു വലിയൊരു വഴിത്തിരിവായി മാറും.
നിങ്ങളുടെ ലൈഫ് വലിയൊരു വഴിത്തിരിവായി മാറും. ഹല്ലേലൂയ. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ കരയുന്നതെങ്കിൽ, നിങ്ങളുടെ തലമുറയുടെ ലൈഫിനെ ഓർത്ത് കരയുന്നതെങ്കിൽ, നിങ്ങൾ ഹല്ലേലൂയ, ഞാൻ പറയുന്ന ആത്മാവിൽ പറയുക, 2026 നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവം വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്തിരിക്കും. ഹല്ലേലൂയ. അതിനെ ചെയ്യാൻ ദൈവം വിശ്വസ്തനാ. ദൈവം വിശ്വസ്തനാ. ഇന്ന് രാത്രി വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചോ. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ ദൈവം വിശ്വസ്തനാ. ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവം നൊടിനേരം എന്ന് പറഞ്ഞാൽ നിമിഷം നേരം മതി ദൈവത്തിന് പ്രവർത്തിക്കാൻ. ഹല്ലേലൂയ. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒത്തിരി നേരമൊന്നും വേണ്ടത്, നിമിഷ നേരം മതി. ഹല്ലേലൂയ. അതവിടെ വചനം നോക്കിയേ, സ്തോത്രം. തിരഞ്ഞെടുത്തവന്റെ വടി. ഇന്ന് രാത്രി ആരൊക്കെയോ ദൈവം തിരഞ്ഞെടുക്കുക. ഒരു തിരഞ്ഞെടുപ്പിന്റെ അകത്ത് നാം നിൽക്കുന്നത്. പെട്ടെന്നറേക്ക് ലൈഫിനകത്ത് ചില മുളകൾ പൊട്ടി പുറപ്പെടാൻ പോവുക, ചില കിളിർപ്പുകൾ സംഭവിക്കാൻ പോവുക. ഇതുവരെ നിങ്ങൾ നോക്കിയിരുന്നിട്ടും, നിങ്ങൾ പലതിനെ കുറിച്ച് നോക്കിയിട്ടും ഒരു വിടുതലും കണ്ടില്ലെങ്കിൽ, അതിനകത്ത് നിങ്ങൾക്കൊരു ഫലവും കണ്ടില്ലെങ്കിൽ, ഇന്ന് രാത്രി കർത്താവ് പറയുക, ഹല്ലേലൂയ, 2025 നിങ്ങളുടെ ലൈഫിനകത്ത് പരാജയം വന്നെങ്കിൽ, 2025 നിങ്ങളുടെ ലൈഫിനകത്ത് നഷ്ടങ്ങൾ വന്നെങ്കിൽ, 2025 നിങ്ങളുടെ ലൈഫിനകത്ത് ഒത്തിരി വേദന വന്നെങ്കിൽ, ഒത്തിരി ദുഃഖം വന്നെങ്കിൽ, ഒത്തിരി നിരാശ വന്നെങ്കിൽ, നിരാശയോടെ നിങ്ങൾ ഇരുന്നതെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ ചെയ്യുന്ന ജോലിക്കകത്തും, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് പരമായ വിഷയത്തിനകത്തും, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കകത്തും നഷ്ടം വന്നപ്പോൾ, കർത്താവേ അത് നഷ്ടമായി പോയെന്ന് നിങ്ങൾ ദൈവത്തോട് പറഞ്ഞെങ്കിൽ, ഇന്ന് രാത്രി കർത്താവ് പറയുക, നഷ്ടമായ ചിലതിനെ അവൻ ലാഭമാക്കി മാറ്റിത്തരാൻ പോകുക. ഇന്ന് രാത്രി കർത്താവ് ആരെയൊക്കെ നോക്കി കർത്താവ് ഇങ്ങനെ എന്നോട് പറയേണ്ടത്, വിട്ടിക്കളിയും തുള്ളനും പച്ചപ്പുഴുവും വിട്ടിലും ശേഷിപ്പിച്ച ചില സംവത്സരത്തെ അതിങ്ങനെയായിപ്പോയല്ലോ കർത്താവേ. ഹല്ലേലൂയ. എന്റെ ജീവിതം ഇങ്ങനെയായിപ്പോയല്ലോ, എന്റെ നന്മ മുഴുവൻ ഇങ്ങനെയായിപ്പോയല്ലോ എന്നോർത്ത് നീ ഭാരത്തോടെ ഇരിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി കർത്താവേ ആ ചില നന്മകളെ ദൈവം തിരിച്ചു മടക്കിത്തരാൻ പോകുക. ഹല്ലേലൂയ. അതിന്റെ ഇരട്ടി മടങ്ങായി ചിലതിനെ മടക്കും നിന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി സ്വർഗം മടക്കിത്തരാൻ പോകുന്നുവെന്ന് ആത്മാവിൽ ഞാൻ പറയുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് അതിനെ സ്വീകരിക്കാൻ കഴിയും? പറഞ്ഞു തുടങ്ങിക്കോ. നഷ്ടപ്പെട്ടു പോയ ചിലത് അവൻ എനിക്ക് മടക്കിത്തരാൻ പോകുക. ആ നന്മകൾ എനിക്ക് മടക്കിത്തരാൻ പോകുക. ആ കൃപകൾ എന്റെ മേൽ മടക്കിത്തരാൻ പോകുക. ഹല്ലേലൂയ. വചനം ഹല്ലേലൂയ വായിക്കുന്ന ഭാഗം കർത്താവേ, ഹല്ലേലൂയ, പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അതെന്റെ ലൈഫിനകത്ത് മടങ്ങി വരാൻ പോകുക. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴവും വിട്ടിലും കൊണ്ടുപോയ നിന്റെ സംവത്സരത്തെ ഇന്ന് രാത്രി പെട്ടെന്ന് ചിലര് മടങ്ങി വരവ് നിന്റെ ലൈഫിനകത്ത് സംഭവിക്കാൻ പോകുക. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കാൻ പോകുക. നഷ്ടപ്പെട്ടു പോയെന്ന് നീ വിചാരിക്കുന്ന ചിലത്, നഷ്ടപ്പെട്ടു പോയെന്ന് നീ കരുതുന്ന ചിലത്, ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, അതിനെ സ്വർഗം നിനക്ക് മടക്കി തരാൻ പോകുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, സ്മിതാബിനു, ഹല്ലേലൂയ, നീ കർത്താവിനോട് പറയുന്നു, നഷ്ടപ്പെട്ടു പോയ ചിലതിനെ സ്വർഗം ഈ രാത്രി മടക്കി തരിക. ഇന്ന് രാത്രി ദൈവത്തിന്റെ അസാധാരണമായ കരം നിങ്ങളുടെ റൂമിനകത്ത്, ഭവനത്തിനകത്ത് അസാധാരണ പെട്ടെന്ന് പത്രോസിന്റെ അടുക്കലേക്ക് ഇറങ്ങിയതുപോലെ ഇന്ന് രാത്രി ചില വിഷയങ്ങളിനകത്തിരുന്ന് കരയുക, ചില വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ആത്മാവിൽ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇത് പക്ഷേ കർത്താവേ, അതിനകത്തൊരു മറുപടി ഇല്ലയോ കർത്താവേ? അതിനകത്തൊരു വിടുതലില്ലയോ കർത്താവേ? അതിനകത്ത് എനിക്ക് ജയിക്കുവാൻ കഴിയത്തില്ലയോ കർത്താവേ എന്ന് ദൈവത്തോട് കരയുന്ന വിഷയത്തിനകത്ത് കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, പെട്ടെന്ന് ചില അത്ഭുതങ്ങളെ, ഹല്ലേലൂയ, ദൈവം ലൈഫിനകത്ത് ചെയ്യാൻ പോകുന്നുവെന്ന് ഈ രാത്രി പരിശുദ്ധാത്മ നിയോഗത്തോടെ ദൂത് കൈമാറിയ. ഹല്ലേലൂയ. ഒരു ഹന്ന ദൈവത്തിനടുക്കൽ ഇരുന്ന് കരയുന്നത് പോലെ കരയാത്ത ദിവസം പോലുമില്ല, നിലവിളിക്കാത്ത ദിവസം പോലുമില്ല. ഇന്ന് രാത്രി കഥ പറയും, അതിന്റെ നടുവിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ അസാധാരണമായ ഒരു കരം ഇന്ന് രാത്രി ദൈവം, ഹല്ലേലൂയ, ചലിപ്പിക്കുക. ദൈവത്തിന്റെ അസാധാരണമായ ഒരു കരം ഈ രാത്രി ദൈവം, ഹല്ലേലൂയ, ഇറങ്ങി വരിക വിഷയത്തിന് പരിഹാരമായി.
ഓ ശാഖ ദുര മന ഹദുരിക റാംതന രഗശസിയ രഗൽ കനക ദുരിക മന ഹദുരിക റാംതന. എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, ഒരു തളിർപ്പിന്റെ കാലഘട്ടമായി മാറാൻ പോകുക. ഹല്ലേലൂയ. 2025 ഒത്തിരി ശൂന്യതകളും ഒത്തിരി നഷ്ടങ്ങളും ഒത്തിരി വേദനകളും ലൈഫിനകത്ത് വന്നെങ്കിൽ 2026 ഹല്ലേലൂയ ആ വേദനകൾ മാറി, ആ ഹല്ലേലൂയ ആ നിന്ദകൾ മാറി, ഹല്ലേലൂയ ആ ഹല്ലേലൂയ ഹൃദയത്തിനകത്തെ വേദനകളും മാറി, ആ കയ്പ് മാറി. ഹല്ലേലൂയ ചില കയ്പിന്റെ അനുഭവത്തെ ദൈവം മാറ്റിയെടുത്തിട്ട് ഹൃദയത്തിനകത്ത് വന്ന ചില മുറിവുകളെ മാറ്റി, ചിലരുടെ വാക്കിനാൽ വന്ന ചില മുറിവുകളെ എടുത്തു മാറ്റിയിട്ട് അതിനകത്തേക്ക് ദൈവം ചില അസാധാരണമായ കരങ്ങളെ ചലിപ്പിച്ച് ഒരു സമൃദ്ധിയുടെ വഴികൾ ദിവസങ്ങൾ തുറക്കാൻ പോകുന്നുവെന്ന് ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ ഞാൻ ദൂത് കൈമാറുകയാണ്. ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിച്ചോ, ദൈവം അസാധാരണമായ ചില വഴികളെ ദൈവാനിക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോകുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കുക. കർത്താവിന്റെ മകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ജനം ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ചിലരുടെ ലൈഫിനകത്ത് ഇന്ന് രാത്രി അസാധാരണ ദൈവത്തിന്റെ ഇടപെടൽ ഈ രാത്രി സംഭവിച്ചുകൊണ്ടിരിക്കുക. ചിലരുടെ ലൈഫിനകത്ത് ദൈവത്തിന് വലിയ പ്രവൃത്തി സംഭവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് മുമ്പിലായി ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുക. ദൂതന്മാരുടെ വലിയൊരു കൂട്ടം നിങ്ങളുടെ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ചലിക്കുക. ഇന്ന് രാത്രി ദൂതന്മാരുടെ വലിയൊരു പ്രവൃത്തി ഈ രാത്രി നിങ്ങൾക്ക് വേണ്ടി ചലിക്കുക. ഈ രാത്രി നിങ്ങൾക്ക് വേണ്ടി ചലിക്കുക. ഈ രാത്രി ദൈവത്തിന്റെ അസാധാരണമായ കരം, ഹല്ലേലൂയ, ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് രാത്രി, ദൈവത്തിന്റെ പ്രവൃത്തി ഈ രാത്രി ഹല്ലേലൂയ ചലിച്ചിറങ്ങുന്നു. ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം എത്ര പേർ അനുഭവിക്കുന്നുവെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിരിക്കുന്ന ഈ മുറിക്കകത്ത്, ഞാനിരിക്കുന്ന റൂമിനകത്ത് ദൈവത്തിന്റെ വലിയൊരു പ്രസൻസ്, ഹല്ലേലൂയ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുക ഈ ദിവസം. ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി ദൈവം ചിലതിനെ തൊടുന്ന രാത്രിയാ, ചിലതിനെ ഹല്ലേലൂയ ചിലതിന്റെ ലൈഫിനെ മാറ്റുന്ന രാത്രിയാ. ഇന്ന് രാത്രി നിങ്ങളുടെ ചില വിഷയത്തിനകത്ത് ഹല്ലേലൂയ കർത്താവ് ഇതിനകത്ത് ഹല്ലേലൂയ എനിക്കറിയില്ല, കർത്താവ് എന്നോട് ഇങ്ങനെ പറയുമ്പോൾ ഈ വിഷയത്തിന് കർത്താവ് ഒരു വലിയൊരു പരിഹാരം വേണം. ഏതൊക്കെയോ ചില ഡോക്യുമെന്റ്സിനകത്ത് കർത്താവ് ഒരു വലിയൊരു പ്രവൃത്തി എനിക്ക് വേണ്ടി ചെയ്യണം. ഏതൊക്കെയോ ചില ഫയലിനകത്ത് കർത്താവ് എനിക്ക് വേണ്ടി ചില പ്രവൃത്തികൾ ചെയ്യണമെന്ന് അതെടുത്തു വെച്ച് അതിന്റെ മുകളിൽ കൈവച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ആരൊക്കെയോ ദൈവം ഈ രാത്രി നിങ്ങളുടെ ലൈഫിനകത്ത് ചില മാറ്റങ്ങൾ ദൈവം ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ അസാധാരണമായ ഒരു കരം നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവം സംഭവിക്കുക. ഹല്ലേലൂയ. നോക്കിയേ, ഹല്ലേലൂയ. ദൈവം പറയുന്നു, പെട്ടെന്ന് കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ ഇറങ്ങിയ ദൂതന്മാരുടെ വലിയൊരു പ്രവൃത്തി ഇന്ന് രാത്രി ചിലരുടെ ലൈഫിനകത്ത് ദൈവം ചെയ്യുക. ഹല്ലേലൂയ. നോക്കിയ തീക്കകത്തേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ഹല്ലേലൂയ, സിംഹ കുഴിക്കകത്തിറങ്ങിയ ദൈവത്തിന്റെ സാന്നിധ്യം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്ന ദൈവത്തിന്റെ കൃപ ഈ രാത്രി ദൈവത്തിന്റെ തേജസ് ഇന്ന് രാത്രി നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നാൽ ഹല്ലേലൂയ അതിനെ പിടിപ്പാൻ, അതിനെ സ്വീകരിപ്പാൻ നിങ്ങൾ തയ്യാറാകട്ടെ. തിരുവെഴുത്ത് പറയുന്നത് പോലെ ഹല്ലേലൂയ നോക്കി വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവന്റെ ജലനദി എന്ത് ചെയ്യും? വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും. വിശ്വസിക്കുന്ന വ്യക്തിയാണോ നീ? ആത്മാവിൽ നിലനിൽക്കുന്ന വ്യക്തിയാണോ നീ? ഇന്ന് രാത്രി കർത്താവിനോട് പറയുന്നു, നിന്റെ അകത്തുനിന്ന് ചില നദികൾ ഒഴുകാൻ പോകുക. ഹല്ലേലൂയ. ഇതുവരെ ചെയ്ത പ്രവൃത്തിയല്ല നിന്റെ ലൈഫിനകത്ത് നീ ഇനി ചെയ്യാൻ പോകുന്നത്. ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. അഭിഷേക്തൻ ഹല്ലേലൂയ, ബിജോയ് ഹല്ലേലൂയ, ദൈവാസനെ കർത്താവിനോട് പറയുന്നു, ഇതുവരെ ചെയ്തതല്ല അസാധാരണ ഒഴുക്ക്. തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവന്റെ ജലനദി നിങ്ങളുടെ അകത്ത് ദിവസം ഒഴുകാൻ പോകുക. നിങ്ങൾ നിൽക്കുന്ന പട്ടണത്തിനകത്ത്, നിങ്ങൾ നിൽക്കുന്ന ദേശത്തിനകത്ത് ദൈവം വലിയൊരു പ്രവൃത്തി നിങ്ങൾ കൂടെ ദൈവം ചെയ്യുവാൻ നിങ്ങളെ കൂടെ ചെയ്യണമെന്ന് ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്നത്തെ കഥ പറയുക, ഒരു പത്രോസിനെ പുറത്തെടുത്തതുപോലെ ഹല്ലേലൂയ ഈ ദിവസം പെട്ടെന്ന് ചില പ്രവൃത്തികളെ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുക. പെട്ടെന്ന് ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ 2025 ചെയ്തതല്ല 2026 അതിലും വലുത് ചെയ്യും. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു. കർത്താവിനോട് ഇങ്ങനെ പറയുമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അവർ ചെയ്തതിലും വലുത് ഞങ്ങൾ ചെയ്യും. പ്രാർത്ഥിച്ചു തുടങ്ങിയ വലുത് എന്തൊക്കെയോ ദൈവം നിങ്ങൾ കൂടി ചെയ്യുവാൻ ആഗ്രഹിക്കുക, ചെയ്യിക്കാൻ ആഗ്രഹിക്കുക. ചെറുതല്ല, വലുത്. ഹല്ലേലൂയ.
ദൈവം വലുത് ചെയ്യിപ്പാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. വലുത് ചെയ്യണമെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഒരു പദം പറയാം, സ്തോത്രം. നോക്കിയേ, പത്രോസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ കാരാഗൃഹത്തിന്റെ അകത്തളയിൽ കിടന്നുറങ്ങുമ്പോഴും ഭയമില്ലാതെ കിടക്കുന്നത്, വേദനയില്ലാതെ കിടക്കുന്നത്. ഇതിനകത്ത് കഥ പറയുന്നത്, നിങ്ങൾ നിൽക്കുന്ന മണ്ണിനകത്ത് ഒത്തിരി പ്രതികൂലങ്ങൾ വന്നതാ, ഒത്തിരി പ്രതിസന്ധി വന്നതാ, ഒത്തിരി പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ ആഞ്ഞടിച്ചതാ. ഹല്ലേലൂയ. പക്ഷെ അതിന്റെ നടുവിലും നിർത്തിയത് ദൈവത്തിന് കരമാ. ഹല്ലേലൂയ. നിങ്ങൾ നിൽക്കുന്ന ദേശത്തിനകത്ത് ഇനി ഇവിടെ കണ്ടുപോകരുത്, ഇനി ഇവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞ മേഖലയ്ക്കകത്തും നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അത് ദൈവത്തിന് കൃപയാ, ദൈവത്തിന് സാന്നിധ്യമാ. ഹല്ലേലൂയ. ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയത് കൊണ്ടാ അതിനകത്ത് നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾ കണ്ണുനീരൊഴുക്കുന്നത് കൊണ്ടാ. പല രാത്രികളും ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തിനെ കുടുംബമേ, ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവേ, പല രാത്രികളും നിങ്ങൾ ഉറങ്ങാതെ ദൈവത്തോട് പ്രാർത്ഥിച്ച പല സെക്കൻഡുകളില്ലേ ഇന്ന് രാത്രി കർത്താവേ, അതിന്റെ നടുവിൽ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് ഈ ദിവസം ദൈവിക മറുപടികൾ വെളിപ്പെടാൻ പോകുക, ദൈവത്തിന്റെ കരം ചലിക്കപ്പെടാൻ പോകുക. ഹല്ലേലൂയ. കർത്താവ് ഇങ്ങനെ പറയുന്നു, സ്തോത്രം. ദാനിയേലിനെ എടുത്ത് കുഴിക്കകത്തെടുത്തിട്ടു. എല്ലാവരും വിചാരിച്ചു ദാനിയേലിന്റെ പരിപാടി ആവടം കൊണ്ട് തീർന്നു, അസ്തമിച്ചെന്ന്. പലരും നോക്കിയിരിക്കുക, നിങ്ങൾ ഇവിടെ കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ അടുത്തൊരു മൂവ്മെന്റിലേക്ക് ചലിക്കത്തില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പലരും ഒതുക്കി നിർത്തിയതാണ്, കൂടെ നിന്നവർ പോലും ഒതുക്കി നിർത്തിയതാണ്, വിചാരിച്ച പലരും തടഞ്ഞു നിർത്തിയത്. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറയുക, അവരുടെ നടുവിൽ ഒരു മാന്യത വെളിപ്പെടാൻ പോകുക. 2025 കണ്ടതല്ല, 2026 സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിനകത്ത് ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുക, ശുശ്രൂഷയ്ക്കകത്ത് ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുക, വലിയൊരു ഉയർച്ച സംഭവിക്കാൻ പോവുക. അങ്ങനെ കർത്താവ് പറയുന്നു. എല്ലാവരും വിചാരിച്ചു സിംഹക്കുഴിക്കകത്തിട്ട് ദാനിയേൽ അവിടെ കൊണ്ട് തീർന്നു, ഇനി ദാനിയേൽ എഴുന്നേൽക്കത്തില്ല. പക്ഷെ പ്രഭാതമായപ്പോൾ നോക്കിയേ, അതിന് ഉത്തരവ് കൊടുത്ത മനുഷ്യന് ഉറക്കം വന്നില്ല. എങ്ങനെയോ നേരം വെളുപ്പിച്ചു. പ്രഭാതമായപ്പോൾ ഓടി വന്ന് സിംഹത്തിന്റെ ഗുഹയുടെ മുമ്പിൽ വന്നിട്ട് ഉറക്കെ വിളിക്കുക, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവനായ ദാനിയേലേ, നീ എന്തിയാ? നീ ശുഭമായിരിക്കുന്നു. അടുത്ത അവിടുന്ന് കർത്താവ്, അല്ലയോ യജമാനെ, അല്ലയോ രാജാവേ, എന്റെ ദൈവം എന്ത് ചെയ്യില്ല, എനിക്ക് ഒരു ദോഷം വരുത്തിയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് ആരെയൊക്കെയോ നോക്കി കർത്താവ് പറയാം, നിന്റെ ലൈഫിനകത്ത് ദോഷം വരുമെന്ന് നീ വിചാരിച്ചെടുത്ത് നിനക്ക് ഒരു ദോഷം വരാൻ പോകുന്നില്ല. കാരണം നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. ഇന്ന് രാത്രി കർത്താവെ, പ്രിയ അഭിഷിക്തനെ, കുടുംബത്തെ ഞാൻ ആത്മാവിൽ ഞാൻ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ചോ. എന്തൊക്കെയോ ദൈവം നിങ്ങൾ കൂടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുക. നിങ്ങൾ നിൽക്കുന്ന ദേശത്ത് ദൈവം എന്തൊക്കെയോ നിങ്ങൾ കൂടി വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുക. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചു കയറിക്കോ. ദിവസം ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ശൂന്യതയുടെ നടുവിൽ ദൈവം നിർത്തത്തില്ല. ശൂന്യത നിങ്ങളുടെ ലൈഫിനകത്തിന് ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. പലപ്പോഴും മുമ്പോട്ട് നോക്കി കർത്താവ് മുമ്പിൽ വലിയ ശൂന്യതയാണല്ലോ എന്ന് കർത്താവിനോട് പറഞ്ഞ നിമിഷങ്ങളുണ്ട്. കർത്താവിനെ നോക്കിയിരുന്ന് കരഞ്ഞ നിമിഷമുണ്ട്, കണ്ണുനീരൊഴുക്കിയ നിമിഷമുണ്ട്. പക്ഷെ കർത്താവ് പറയും, അതിനെ മാറ്റിയിട്ട് കർത്താവ് എന്നോട് ഇങ്ങനെ പറയുന്നു, സ്തോത്രം. ആരെയൊക്കെയോ നോക്കി ഇതിനകത്ത്. ഹല്ലേലൂയ. കർത്താവ് ഇങ്ങനെ പറയുന്നു. പത്രോസ് പറഞ്ഞു, കർത്താവേ, കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചത്, ഒന്നും കിട്ടിയില്ല, ശൂന്യത മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ തമ്പുരാൻ പറഞ്ഞ വാക്ക് കേട്ടിട്ട്, എങ്കിലും നാഥ, നിന്റെ വാക്കിനാൽ ഞങ്ങൾ വലയിറക്കാം. ഞാൻ ഇറക്കാന്ന് പറഞ്ഞു, ഞങ്ങൾ ഇറക്കാം. വല ആഴത്തിലേക്ക് വീശി പെരുത്ത ചില മീൻകൂട്ടം തന്റെ വലയ്ക്കകത്തകപ്പെട്ടു. ഇന്ന് രാത്രി ആരുടെയൊക്കെ ലൈഫിനകത്ത് ചിലതൊക്കെ നിറയാൻ പോവുക. നിങ്ങൾ പിടിച്ചോ, ആരുടെയൊക്കെ ജീവിതത്തിനകത്ത് ചില നിറവ് സംഭവിക്കാൻ പോവുക ഇന്ന് രാത്രി. ഹല്ലേലൂയ. ചിലരെ നോക്കി ഞാൻ പറഞ്ഞു, ചില നിറവ് നിങ്ങളുടെ ലൈഫിനകത്ത് സംഭവിക്കാൻ പോവുക. ഇതുവരെ നിറഞ്ഞ നിറവല്ല, ഇതുവരെ നിങ്ങൾ കണ്ട നിറവല്ല,
ഇതുവരെ കണ്ട നിറവല്ല പത്രോസിന്റെ ലൈഫിനകത്ത് വെളിപ്പെട്ടത്. ഇതുവരെ കണ്ട നിറവല്ല പത്രോസിന്റെ ജീവിതത്തിനകത്ത് പത്രോസ് കണ്ടത്. പത്രോസ് ഇതുവരെ പ്രാപിക്കാത്തൊരു നിറവ്, ഇതുവരെ തന്റെ ലൈഫിനകത്ത് നേടാത്തൊരു നിറവ് തന്റെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്തെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ കർത്താവിനോട് പറയുന്നു, ചിലരുടെ ശൂന്യതകൾ പോട്ടാൻ പോയി. രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ച ഇന്ന് രാത്രി ചിലരുടെ ശൂന്യതകൾ മാറാൻ പോവുക. ചില സമൃദ്ധി നിങ്ങളുടെ അകത്ത് വെളിപ്പെടാൻ പോവുക. ഒരു സമൃദ്ധി നിങ്ങളുടെ ലൈഫിനകത്ത് വെളിപ്പെടാൻ പോകുന്നു. കഥ പറയുന്നു ഹല്ലേലൂയ, ഒരു സമൃദ്ധിയുടെ കാലഘട്ടമായി മാറാൻ പോകും നിങ്ങൾ. ഹല്ലേലൂയ. ബെനഡിക്ട് മാത്യച്ച കർത്താവിനോട് പറയുന്നു, ഒരു സമൃദ്ധിയുടെ ഒരു സീസൺ തുറക്കാൻ പോവുക. ഒരു സമൃദ്ധിയുടെ സീസൺ, ഒരു സമൃദ്ധിയുടെ ഒരു കാലഘട്ടം. ഹല്ലേലൂയ. ഒരു വലിയൊരു പ്രവൃത്തിയുടെ ഒരു നിറവിന്റെ ഒരു കാലഘട്ടം ദൈവം തുറക്കാൻ പോവുക. ആഴമായി വീശാൻ തയ്യാറായാൽ, യേശുവിന്റെ വാക്കിന് മുമ്പിൽ നിൽക്കാൻ തയ്യാറായാൽ ഒരു സമൃദ്ധി വെളിപ്പെടും. ലൈഫിനകത്ത് ഒരു സമൃദ്ധി വെളിപ്പെടും. ലൈഫിനകത്ത് വലിയൊരു അത്ഭുതം സംഭവിക്കും. ആത്മാവിൽ ദിവസങ്ങൾ പ്രാർത്ഥിച്ചോളം പരിശുദ്ധാത്മാവ് പറയുക. ആത്മാവിൽ പ്രാർത്ഥിച്ച് കാല് മുമ്പോട്ട് വെച്ചു. ഏതൊക്കെ മേഖലയ്ക്കകത്ത് ഒത്തിരി പരാജയങ്ങൾ സംഭവിച്ചു, ഏതൊക്കെ മേഖലയ്ക്കകത്ത് ഒത്തിരി വീഴ്ചകൾ സംഭവിച്ചു. കർത്താവ് ഇന്ന് രാത്രി പറഞ്ഞ ആ പരാജയപ്പെട്ടെടുത്ത് എവിടേക്കോ തല താണ ചില മേഖലകൾ, എവിടെയൊക്കെ കുനിഞ്ഞു നിൽക്കേണ്ടി വന്ന അവസരങ്ങൾ ഇന്ന് രാത്രി കർത്താവ് പറയുക, അതിനെ മാറ്റിയിട്ട് ഒരു വിലാപത്തെ മാറ്റിയിട്ട് നൃത്തമാക്കുന്ന ഒരു കർത്താവ്. ഇന്ന് രാത്രി വിലാപത്തെ മാറ്റി ഒരു നൃത്തത്തെ ഉടുപ്പിക്കുന്ന ഒരു കർത്താവ്. ഈ ദിവസങ്ങളിൽ ലൈഫിനകത്ത് വലിയൊരു ചേഞ്ച് സംഭവിക്കാൻ പോവുകയാണ്. ഒരു വലിയൊരു ഉയർച്ച സംഭവിക്കാൻ പോവുക. ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ഈ ദിവസങ്ങൾ പ്രാർത്ഥനയോടെ മുമ്പോട്ട് ഓടിക്കോ. ദൈവം വലിയ പ്രവൃത്തികൾ ചെയ്യും. ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതിനായി ഒരുങ്ങിക്കോ. ചില അത്ഭുതങ്ങൾ ഈ 2025 ചില ശൂന്യതകൾ ലൈഫിനകത്ത് വെളിപ്പെട്ടതെങ്കിൽ 2025 തീർന്ന് 2026 തുടങ്ങുന്നത് മുതൽ ലൈഫിനകത്ത് ചില അത്ഭുതങ്ങളെ കാണാൻ പോവുക. തുറക്കാത്ത ചില വാതിലുകൾ തുറക്കാൻ പോവുക. ഇന്ന് രാത്രി കർത്താവ് അങ്ങനെ പറഞ്ഞു, തുറക്കാത്ത ചില വാതിൽ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കാൻ പോവുക. അസാധാരണമായ ചില വാതിലുകൾ ഇന്ന് രാത്രി ദൈവം തുറക്കുക. പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കാൻ പോവുക. പെട്ടെന്ന് ദൂതന്മാരുടെ വലിയൊരു ഇടപെടൽ ചിലർക്ക് വേണ്ടി സംഭവിക്കുക. ഇന്ന് രാത്രി ഹല്ലേലൂയ, ദൈവത്തിന് പെട്ടെന്നുള്ള ഇടപെടൽ. കർത്താവ് ഇന്ന് രാത്രി പ്രിയ തന്റെ അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം പെട്ടെന്ന് ചില അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വേഗത്തിൽ നോക്കി ഒരു ഒറ്റ വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുക. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം നോക്കി. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 2-ാം വാക്യം. അപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പോലെ അപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ തേജസ് കിഴക്കു വഴിയായി വന്നു. അതിന്റെ മുഴക്കം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. ഭൂമി അവന്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. ആമേൻ. സ്തോത്രം. വചനം ഇങ്ങനെ പറയുന്നു, ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാമോ? അപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ തേജസ് കിഴക്കു വഴിയായി വന്നു. അതിന്റെ മുഴക്കം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. ഭൂമി അതിന്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. അവിടെ പറയുന്ന കേട്ടോ, അപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ തേജസ്സും കിഴക്കു വഴിയായി വന്നു. അതിന്റെ മുഴക്കം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയായിരുന്നു. ഭൂമി അവന്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ ഇറങ്ങിയ ഒരു വലിയൊരു പ്രകാശം. ഹല്ലേലൂയ.
കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങൾ അവിടെ ഇങ്ങനെ പറയുന്ന വെളിച്ചം പ്രകാശിച്ചു. പെട്ടെന്ന് ദൈവത്തിന്റെ ദൂതൻ എന്ത് ചെയ്തു? അവന് അവിടെ പ്രത്യക്ഷന് അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു എന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ എന്നൊക്കെ ഇവിടെ പറയുന്നു. എനിക്ക് സ്തോത്രം. അങ്ങനെ പറഞ്ഞു, ഭൂമി അവന്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. ദൈവത്തിന്റെ വെളിച്ചത്താൽ എന്ത് ചെയ്തു? ഭൂമി പ്രകാശിക്കാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മുടെ ലൈഫിനകത്ത്, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പ്രകാശം നമ്മുടെ അകത്തേക്ക് വന്നാൽ നാം എത്രത്തോളം പ്രകാശമുള്ളവരായിരിക്കും. ഹല്ലേലൂയ. ആ പ്രകാശത്തിനകത്തേക്ക് നിൽക്കുന്ന ഒരു ഭക്തനെ തൊടാൻ ഈ ഭൂമുഖത്തൊന്നിനും കഴിയത്തില്ല എന്നുള്ള കാര്യം ഇന്ന് രാത്രി നമ്മൾ മറന്നു പോകരുത്. ആ പ്രകാശത്തിനകത്തേക്ക് കാലുവെക്കുന്ന ഒരു മനുഷ്യനെ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ തൊടാൻ ഈ ഭൂമണ്ഡലത്തിൽ ഒന്നിനും കഴിയത്തില്ല. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായി മാറട്ടെ. ഇന്ന് രാത്രി ഏകദേശം ഇതിനകത്ത് 46 കുടുംബത്തോളമുണ്ട്. ഞാൻ അവരെ നോക്കിയിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവത്തിന് പ്രകാശം നിങ്ങളുടെ കൂടാരത്തിന്റെ അകത്തളങ്ങളിൽ ഇറങ്ങി വരും. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടാരത്തിന്റെ അകത്തളങ്ങളിൽ ഇറങ്ങി വരും. ഹല്ലേലൂയ. നോക്കിയ പെട്ടെന്ന് ദൈവത്തിന്റെ ദൂതൻ അറയിൽ എന്ത് ചെയ്തു? പ്രത്യക്ഷമായി. ഹല്ലേലൂയ. നോക്കിയ അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ എന്ത് ചെയ്തു? പത്രോസിന്റെ വിലാപ്പുറത്തട്ടി. നോക്കി അവിടെ നിന്ന് പത്രോസിനെ കാരാഗ്രഹത്തിന്റെ പുറത്തു കൊണ്ടുവന്ന് 1-ാം കാവലും 2-ാം കാവലും ഒക്കെ എന്ത് ചെയ്തു? സ്തോത്രം. നോക്കിയ കഴിഞ്ഞ് പത്രോസിന് എന്ത് ചെയ്തു? ഹല്ലേലൂയ. നോക്കിയ സ്തോത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എവിടെ ചെല്ലി എന്നൊക്കെ അവിടെ പറയുന്നു. അവർ നോക്കിയ 10-ാം അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. പെട്ടെന്ന് പത്രോസിന് സുബോധം വന്നു. അപ്പോൾ അതുവരെ എന്താ ചെയ്തത്? പത്രോസ് ആ ഉറക്കത്തിൽ എന്ത് ചെയ്യുക? ദൂതന്റെ പുറകെ പോകുക. ഹല്ലേലൂയ. പക്ഷേ ഒരു പട്ടണത്തിന്റെ അടുക്കലെത്തിയപ്പോൾ, ഒരു പട്ടണത്തിലെത്തിയപ്പോൾ എന്ത് ചെയ്തു? സ്തോത്രം. നോക്കിയേ, പത്രോസിന് എന്ത് ചെയ്തു? ദൂതൻ അവനെ വിട്ട് ഉടനെ പോയി. അടുത്ത സെക്കൻഡിൽ പത്രോസിന് സുബോധം വന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ താൻ ബോധമുള്ള മനുഷ്യനായി മാറി. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചത് ആരാ? ഒരു കൂട്ടമിരുന്ന് എന്ത് ചെയ്യുക? പത്രോസിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക. കൂട്ടം ഒരിടത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ജനം ഒരിടത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ജനത്തിന്റെ പ്രാർത്ഥന നിമിത്തം, ജനത്തിന്റെ നിലവിളി നിമിത്തം ഹല്ലേലൂയ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. നോക്കിയേ, അതിന്റെ നടുവിൽ ദൂതൻ ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ഈ ദിവസം ദൈവത്തിന്റെ മറുപടിയുമായി ദൂതൻ ദിവസം നിനക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി നിങ്ങൾ പറ, ദൂതൻ എനിക്ക് വേണ്ടി ഇറങ്ങുകയാ, ദൂതൻ എനിക്ക് വേണ്ടി ചലിക്കുകയാ, ഇന്ന് രാത്രി ദൂതൻ എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുമെന്ന്. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ദൂതൻ ഒരുവന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ, ദൂതൻ ഒരുവന് വേണ്ടി ചലിക്കാൻ തുടങ്ങിയാൽ നിന്റെ വിഷയത്തിനകത്ത് പരിഹാരം വന്നു കഴിഞ്ഞു. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചേ, ഹല്ലേലൂയ, ആത്മാവിൽ പ്രാർത്ഥിച്ച ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങിയാൽ ഹല്ലേലൂയ നിങ്ങൾക്ക് മുമ്പിൽ പിന്നെ ഒരു വിഷയം നിൽക്കത്തില്ല, ഒരു പ്രതിസന്ധി നിൽക്കത്തില്ല. സ്തോത്രം. നമുക്കറിയാം ഇസ്രായേലിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. ഹല്ലേലൂയ. ഒരു ഒറ്റ ഭാഗം പറഞ്ഞിട്ട് വേഗത്തിൽ ഞാൻ മുമ്പോട്ട് കടന്നു വരാം. സ്തോത്രം. ഇസ്രായേൽ നോക്കിയത് മുമ്പിൽ ഒഴുകുന്ന ചെങ്കടലും പിൻപിൽ നിൽക്കുന്ന ഫറവോനെയാണ് നോക്കിയത്. പക്ഷെ മോശ നോക്കിയത് ഉയരത്തിലെ ദൈവത്തിന്റെ മുഖത്തേക്കാണ്. ഇസ്രായേലിന് ഒറ്റ പരാതിയുള്ളൂ, ഞങ്ങളെ കൊല്ലാനാണ് ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നത്, ഈ ചെങ്കടലിൽ ഞങ്ങൾ മുക്കാനാണ് കൊണ്ടുവന്നത്. പക്ഷെ പ്രാർത്ഥിക്കുന്നവനറിയാം അവന്റെ കയ്യിൽ ദൈവം കൊടുത്തിരിക്കുന്ന വടി സാധാരണ വടിയല്ല, അതൊരു അധികാരത്തിന്റെ വടിയാണ്. അതിനകത്തുനിന്ന് പല അത്ഭുതം താൻ കണ്ടതാ. സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യുക? പിൻപിൽ വരുന്നവനെ മുമ്പിലെയും പ്രശ്നമല്ല വലുത്, മുമ്പിൽ ചെങ്കടൽ നിൽക്കട്ടെ,
പുറകിൽ ഭാരവാൻ നിൽക്കട്ടെ. പുറത്തു കൊണ്ടുവന്നത് കർത്താവാണെങ്കിൽ, ഇന്ന് രാത്രി ആരൊക്കെ നോക്കി കർത്താവ് പറയുക, നിന്നെ കൊണ്ടുവന്നത് കർത്താവാണെങ്കിൽ എത്തിക്കേണ്ടിടത്തെത്തിക്കാൻ, എത്തിക്കേണ്ട ദേശത്തെത്തിക്കാൻ കർത്താവിനറിയാം. നിന്റെ പ്രശ്നമല്ല ദൈവത്തിന് വലുത്, നിന്റെ പ്രതിസന്ധിയല്ല ദൈവത്തിന് വലുത്. നീ നിൽക്കാൻ തയ്യാറാണോ? നിന്നെ എത്തിക്കേണ്ടടുത്ത് തമ്പുരാൻ കൊണ്ട് എത്തിച്ചിരിക്കും. എത്തിക്കേണ്ടത് എവിടെയാണോ ആ സ്ഥലത്ത് ദൈവം കൊണ്ട് എത്തിക്കും. ഓ, താങ്ക് യു ഫാദർ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരൊക്കെയോ നോക്കി ആത്മാവിൽ കർത്താവ് പറയുന്ന ഒരു പദം ഇതാ, നിന്നെ എത്തിക്കേണ്ടടുത്ത് ദൈവം കൊണ്ട് എത്തിക്കും. കർത്താവ്, ഇതിന്റെ നടുവിൽ ഞാൻ ഇവിടെ കൊണ്ട് തീർന്നു പോകുമോ എന്ന ദൈവത്തോട് ചോദിക്കുന്നതെങ്കിൽ, ഇന്ന് രാത്രിയിൽ കർത്താവ് പറയും, നിന്നെ എത്തിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. നിന്റെ പ്രതികൂലവും പ്രശ്നവും കണ്ടിട്ടല്ല നീ നോക്കേണ്ടത്. അതിനപ്പുറത്ത് എനിക്കൊരു വഴി തുറക്കുന്നല്ലോ എന്നാ നീ കാണേണ്ടത്. നിനക്ക് മുമ്പിലുള്ള ചെങ്കടലല്ല നീ നോക്കേണ്ടത്. അതിന്റെ നടുവിൽ കൂടി തുറക്കപ്പെടുന്ന വഴിയാ നിന്റെ അകത്ത് തെളിഞ്ഞു വരേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ. ടീന തോമസ് കർത്താവിനോട് പറയുക, നിന്റെ മുമ്പിൽ ചിലപ്പോൾ ചെങ്കടലായിരിക്കാം നിൽക്കുന്നത്. ആ ചെങ്കടലിനെ അല്ല നീ നോക്കേണ്ടത്. അതിൻ്റെ അകത്തൂടെ തുറക്കപ്പെടുന്ന ഒരു വഴിയാ നീ കാണേണ്ടത്. അതിനകത്തൂടെ നിന്നെ അക്കരെ എത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ വഴിയാ നീ കാണേണ്ടത്. ഇന്ന് രാത്രി ചെങ്കടലല്ല നിന്റെ മുമ്പില്, പ്രതിസന്ധി എല്ലാം നിന്റെ മുമ്പില്. അതിനപ്പുറത്ത് എനിക്ക് വേണ്ടി വഴി തുറക്കുവാൻ കഴിവുള്ള ഒരു സർവശക്തൻ എന്റെ കൂടെ ഉണ്ടല്ലോ എന്ന വിചാരം നിന്റെ അകത്ത് വരട്ടെ. നിന്റെ പ്രശ്നത്തെ നോക്കി നീ കരയരുത്. നിന്റെ പ്രതിസന്ധിയെ നോക്കി നീ നിലവിളിക്കരുത്. ഇന്ന് രാത്രിയിൽ അതിനെ എടുത്തു മാറ്റിയിട്ട് അതിന്റെ മുമ്പിൽ തുറക്കപ്പെട്ട വാതിൽ നോക്കി ഓടിക്കണം. അതിനു മുമ്പിൽ തുറക്കപ്പെട്ട വഴിയെ നോക്കി നീ മുമ്പോട്ട് പോക്കണം. കർത്താവ് പറയും, നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടൊരു വാതിലുണ്ട്, അതിലേ നീ മുമ്പോട്ട് ഓടിക്കോ. ഇന്ന് രാത്രി ഏതൊക്കെയോ മേഖലയ്ക്കകത്ത് ചില വാതിലുകൾ ദൈവം തുറക്കുക. ഏതൊക്കെ വിഷയത്തിനകത്ത് അസാധാരണമായ ദൈവത്തിന്റെ കരം ചലിക്കുക. ഭാരപ്പെടുന്ന ചില വിഷയത്തിനകത്ത്, പ്രയാസപ്പെടുന്ന ചിലതിൻ്റെ അകത്ത്, കർത്താവ് ഞാൻ ഇത്ര പ്രാർത്ഥിച്ചിട്ടും കർത്താവ് ഇത്ര അടുത്ത് വന്നിട്ട് എനിക്കൊരു മറുപടി ഇല്ലല്ലോ എന്ന് ദൈവത്തോട് ചോദിച്ച നിമിഷം ഇന്ന് രാത്രി കർത്താവ് പറയാം, അതിന്റെ നടുവിൽ അസാധാരണ ഒരു വഴി നിനക്ക് മുമ്പിൽ തുറക്കപ്പെടാൻ പോകുക. ഇന്ന് രാത്രി ദൈവം അസാധാരണ ചില പ്രവർത്തികളുടെ ദിവസം ദൈവം ചെയ്യാൻ പോകുക. 2026 ദൈവം അസാധാരണ ചില വഴികളെ, ഹല്ലേലൂയ, 2025 ഡിസംബർ മാസം 28-ാം തീയതി ആത്മദൈവത്തോടെ ഞാൻ പറയുന്നു, ദൈവം അസാധാരണ ചില വഴികളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഈ ദിവസം തുറന്നു തരുവാൻ പോകുക. ആ വഴിയിൽ കൂടെ നടക്കാൻ റെഡി ആയിക്കോ. ആ വഴിയിൽ കൂടെ ഓടാൻ റെഡി ആയിക്കോളാം. പരിശുദ്ധാത്മ പറയുന്നു, ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിക്കുക. എടാ, മുമ്പിൽ ചിലപ്പോൾ ചെങ്കടലും പിൻപിൽ ഭാരവോനുമായിരിക്കാം. നിന്നെ പുറത്തു കൊണ്ടുവന്നത് കർത്താവാണെങ്കിൽ, നിന്നെ പുറത്തിറക്കിയത് ദൈവമാണെങ്കിൽ, ഈ ചെങ്കടലിനെ എങ്ങനെ രണ്ടാക്കണമെന്നും അതിനകത്തൂടെ എങ്ങനെ നിനക്ക് വഴി തുറന്നു തരണമെന്നും നിന്റെ പിൻപിൽ നിൽക്കുന്ന ഭാരവോൻ എന്തായിത്തീരുമെന്നും നിന്നെ പുറത്തു കൊണ്ടുവന്ന ദൈവത്തിനറിയാം. നിന്നെ പുറത്തു കൊണ്ടുവന്ന ദൈവത്തിനറിയാം. ഹല്ലേലൂയ. നീ ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയാൽ മതിയെന്ന്, ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയാൽ മതിയെന്ന്. ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നവരാരും ലജ്ജിച്ചു പോയിട്ടില്ല.
ആരും തളർന്നു പോയിട്ടില്ല. ഞാൻ പറയാം, തിരുവചനം എടുത്ത ആരും തോറ്റുപോയിട്ടില്ല, ജയിച്ചിട്ടേ ഉള്ളൂ. എന്താ കാരണം? നമ്മുടെ കർത്താവ് ജയിച്ച കർത്താവ്. അങ്ങനെയെങ്കിൽ ജയിച്ച കർത്താവിന്റെ മക്കൾ എങ്ങനെയായിരിക്കണം? അവർ ജയിച്ചവരായിരിക്കണം. തോക്കാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ജയിക്കാനാ. ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നമുക്ക് ഈ രാത്രി നോക്കാം. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയട്ടെ. ഓ താങ്ക് യു ഫാദർ. ഉടമന രഗധുരികമന ഹതുരിക റാംദൽ കവനക രഗധുരികമന ഹതുരിക റാംദൽ കവന. ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം ചിലതിനെ തൊടുകയാ. ചിലരെ ഈ രാത്രി ദൈവം തൊടുകയാ. ഈ രാത്രി ദൈവം ചിലരെ തൊടുകയാ. നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവം ചില പ്രവൃത്തികൾ ചെയ്യുവാൻ ആഗ്രഹിക്കുക. ദൈവം അസാധാരണ ചില പ്രവൃത്തികൾ നിങ്ങളുടെ അതരത്തിനകത്ത് ദൈവം തരികയാണ്. ഈ ദിവസം ദൈവം ചില വാഗ്ദത്തങ്ങളെ ചിലരുടെ ലൈഫിനകത്ത് നിവർത്തിയാക്കാൻ പോവുകയാണ്. ഇതൊരു ഉയർച്ച നിങ്ങളുടെ ലൈഫിനകത്ത് സംഭവിക്കാൻ പോവുകയാണ്. താഴ്ചയല്ല, ഉയർച്ച സംഭവിക്കും. വലിയൊരു പ്രവൃത്തി ദിവസം ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകും. ആത്മാവിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇന്ന് പകൽ ഹല്ലേലൂയ, പെട്ടെന്ന് ദൈവത്തിന്റെ ദൂതൻ അറയിൽ പ്രത്യക്ഷമായി. ദൂതൻ അതിനകത്തിറങ്ങിയപ്പോൾ ഒരു വലിയൊരു വെളിച്ചം അറയ്ക്കകത്ത് വന്നു. ദൂതൻ ഇറങ്ങിയാൽ വെളിച്ചം വരും. ദൂതനുള്ളിടത്ത് വെളിച്ചമുണ്ടായിരിക്കും. ദൈവമഹത്വം എവിടെ ചലിക്കുന്ന അവിടെ വെളിച്ചമുണ്ടായിരിക്കും. ഇന്ന് രാത്രി നീ വെളിച്ചത്തോടെ പുറത്തിറങ്ങിയാൽ, നീ വെളിച്ചത്തോടൊന്ന് യാത്ര പുറപ്പെടാൻ തുടങ്ങിയാൽ, നിന്റെ പിന്നാലൊരു കൂട്ടം വരും. നമുക്കറിയാം, രാത്രിയാമങ്ങളിൽ നാം പുറത്തൊക്കെ ലൈറ്റുകൾ ഇടുമ്പോൾ അതുവരെ കാണാത്ത പല പ്രാണികളും ആ വെളിച്ചത്തോട് ചേർന്ന് വരുന്നത് പോലെ ഇന്ന് രാത്രി കർത്താവ് ആത്മാവിൽ നീ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ ചിലത് നിന്റെ പിന്നാലെ വരും. ഇന്ന് രാത്രി ആ യേശുവിന്റെ കരങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. റിഖാന ദുരാമന ഹതുരിക റാംദന രഗക്ഷസ്യ. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. കർത്താവേ, ഈ ദിവസം കർത്താവ് ആത്മാവിൽ ഞങ്ങൾക്കൊന്ന് ഇറങ്ങണം, ആത്മാവിൽ ഞങ്ങൾക്കൊന്ന് എഴുന്നേൽക്കണം, ആത്മാവിൽ ഞങ്ങൾക്ക് ഓടണം. കർത്താവ്, ചെങ്കടൽ കണ്ടിട്ടല്ല കർത്താവേ, ആ പിൻപിലെ കർത്താവ് ഫറവോനെയും കൂട്ടരെയും കണ്ടിട്ടല്ല കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി തിരഞ്ഞെടുത്തവന്റെ വഴി തളിർക്കാൻ പോവുക. തിരഞ്ഞെടുത്ത ചിലരുടെ ലൈഫിനകത്ത് ചില തളിർപ്പുകൾ ഉണ്ടാകാൻ പോവുക. സിസ്റ്റർ കർത്താവിനോട് പറയുന്നു, എന്തോ ഒരു വലിയൊരു തളിർപ്പ് നിങ്ങളുടെ ലൈഫിനകത്ത് സംഭവിക്കാൻ പോവുകയാണ്. ഇതുവരെ പ്രതീക്ഷിക്കാത്തതും ഇതുവരെ നനയ്ക്കാത്തതുമായ ഒരു വലിയൊരു തളിർപ്പ്, വലിയൊരു ഉയർപ്പ് നിങ്ങളുടെ ലൈഫിനകത്ത്, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുക. കർത്താവിനോട് പറയുന്നു, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവസാന്നിധ്യം, ബലഹീനതയിലും താങ്ങുന്ന ദൈവത്തിന്റെ കൃപ അപ്പോൾ ആ ശരീരത്തിന് മേൽ ഇറങ്ങുക. അസാധാരണ ദൈവത്തിന്റെ കരം ചലിക്കുക. അതിനോട് പറയുന്ന ഏതൊക്കെയോ മേഖലയ്ക്കകത്ത്, ഏതൊക്കെയോ വിഷയത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിനകത്ത് ദൈവത്തിന്റെ കരം ചലിക്കപ്പെടാൻ പോവുകയാണ്. 2025 കാണാത്ത ചിലത് 2026 നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവം തുറന്നു തരാൻ പോവുകയാണ്. യെസ്, ദിവസങ്ങൾ ആത്മാർത്ഥമ ദൈവത്തോട് പ്രാർത്ഥിച്ചു. 2026 ചില വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിറവേറാൻ പോവുകയാണ്. ചില വാഗ്ദത്തങ്ങൾ എഴുതി വെച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില വാഗ്ദത്തങ്ങളുണ്ട്. അത് ഈ ദിവസങ്ങളിൽ 2026 ചില നിറവേറും. ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ കൂടാരത്തിനകത്ത് നടക്കും. ചില വലിയ പ്രവർത്തികൾ ദൈവം ചെയ്യും. ഇന്ന് രാത്രി ഹാഗാർ ദൈവത്തോട് മരുഭൂമിയിലിരുന്ന് കരഞ്ഞു. അവന്റെ തലമുറയുടെ മരണം എനിക്ക് കാണണ്ട, എന്റെ തലമുറയുടെ നിലവിളി എനിക്ക് കേൾക്കേണ്ട എന്ന് പറഞ്ഞ് മാറിയിരുന്ന് കരഞ്ഞു. കരഞ്ഞ മാത്രയിൽ അവിടെ പെട്ടെന്ന്
അവിടെ ഒരു ഹല്ലേലൂയ ദൂതന്മാരുടെ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സാന്നിധ്യം, അവിടെ ഒരു ദൂതൻ പ്രത്യക്ഷനായി. എന്തിനാ ഹാഗാറെ കരയുന്നത്? നീ തലപൊക്കി ഒന്ന് നോക്കി, നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടൊരു ഉറവയില്ലേ. ഇന്ന് രാത്രി കഥ പറയും, ഏതൊക്കെ മേഖലയ്ക്കകത്ത് തുറക്കപ്പെട്ടൊരു ഉറവ, ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധത്തിൽ തുറക്കപ്പെടുന്നൊരു ഉറവ, ആരാലും അടയ്ക്കുവാൻ കഴിയാത്ത ചില ഉറവകൾ ചിലർക്ക് വേണ്ടി ദൈവം തുറക്കുക. യെസ്, ഹാഗാറിന് വേണ്ടി തുറന്നതുപോലെ നീ പറ്റാത്തൊരു ഉറവയും ദൈവം തുറക്കുക. പ്രാർത്ഥിച്ചു. ഈ ദിവസം വലിയൊരു ഉറവ തുറന്നു വരാൻ പോകും. അടഞ്ഞുപോയ ചില ഉറവകൾ കഴിഞ്ഞ നാളുകളിൽ ആത്മാവിൽ നിന്ന് ചില നിമിഷങ്ങൾ, ആ സെക്കൻഡിലൊക്കെ ഒഴുകി വന്ന ചില ഉറവുകൾ, ഏതൊക്കെയോ മേഖലകൾ, ഏതൊക്കെയോ നിമിഷത്തിൽ അടഞ്ഞുപോയ ചിലതിനെ തമ്പുരാൻ വീണ്ടും തുറക്കുക. ഹല്ലേലൂയ. ദൈവം വീണ്ടും വെട്ടിത്തുറക്കുക. വീണ്ടും ദൈവം തുറന്നു തരികയാണ്. ഇന്ന് രാത്രി അതിനെ ആ നീരുറവയ്ക്കകത്തേക്ക് ഇറങ്ങിക്കോ. ആ തുറക്കപ്പെടുന്ന ഉറവയെ ദിവസങ്ങൾ പിടിച്ചു. ദൂതൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങാം. ഇന്ന് രാത്രി കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് വരുന്നു. താങ്ക് യു ഫാദർ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. പിതാവേ, ഈ ജനത്തെ എല്ലാം ഞങ്ങളുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇവരെ അനുഗ്രഹിക്കുന്നു, ഒരു അനുഗ്രഹമായി മാറട്ടെ. പിതാവേ, ഇന്ന് രാത്രി ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന ഏകദേശം 45 ഡിവേഴ്സുകളുമുണ്ട്. പിതാവേ, ലീവായി പോയവരുണ്ട്. അവരെല്ലാം ഒരു നിമിഷം ഞങ്ങൾ ഓർക്കുന്നു. എല്ലാവരെയും കർത്താവരെ ബ്ലസ് ചെയ്യുന്ന കർത്താവേ, ഈ രാത്രി ബ്ലസ് ചെയ്യുന്നു, ഒരു അനുഗ്രഹമായി മാറട്ടെ. ഇവർ സമൃദ്ധിയിലേക്ക് വരെ നടത്തും. കർത്താവ് ഈ ദിവസം ഇവർക്ക് വേണ്ടി ദൂതന്മാർ എഴുന്നേൽക്കട്ടെന്ന് പ്രാർത്ഥിക്കും. ദൂതന്മാർ വേണ്ടി ചലനമുണ്ടാകട്ടെ. ദൈവം അങ്ങനെ ചെയ്യുന്ന ആശ്രയിക്കും. ഇവരെ ബ്ലസ് ചെയ്യുന്നു, ഇവരെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഈ വചനങ്ങളെ സ്വർഗ്ഗം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കുമ്പോൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. എനിക്കൊരു 3 തലമുറകളുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദൈവം നമ്മെ ഒരുമിച്ച് രാത്രി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.